चक्षु उन्मिलितं येन तस्मै श्रीगुरुवे नमः। नमः ओं विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामी नामिने। नमस्ते सरस्वती देवी गौरवाणी प्रचारिणी निर्विशेषशून्यवाद पाश्चात्य देशतारिणी। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। എല്ലാ ഭക്തജനങ്ങളെ ശ്രീ ചൈതന്യ ചരിതാമൃത പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. എല്ലാ ഭക്തജനങ്ങളും പ്രഭു സൗണ്ട് വളരെ കുറവാണ്, ഓഡിയോ കുറവാണ് പ്രഭു. ആണോ? ഹരേ കൃഷ്ണ പ്രഭു. അപ്പൊ എല്ലാ ഭക്തജനങ്ങളെയും ശ്രീ ചൈതന്യ ഇപ്പൊ ഓക്കെ ആണോ പ്രഭു? ഹരേ കൃഷ്ണ ഇപ്പൊ ഓക്കെ ആണോ? ഹരേ കൃഷ്ണ പ്രഭു ഇപ്പൊ ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മള് ഇന്നത്തെ ചൈതന്യ ചരിതാമൃത പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ ഭക്തജനങ്ങളുടെയും പാതാരബന്ധങ്ങളിൽ വിനീതമായി പ്രണമിക്കുന്നു, നമസ്കരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ശിക്ഷാഗുരുക്കളുടെയും ദിശാഗുരുവിൻ്റെയും പാതാരബന്ധങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് എനിക്ക് 61 മുതലുള്ള ശ്ലോകം എടുക്കുന്നത്. ഇന്നലെ 60 വരെ എടുത്തു. ശരി, ഓക്കെ, താങ്ക് യു. 61ന്റെ ശ്ലോകവും ട്രാൻസ്ലേഷനും മാജി വായിച്ചു. അപ്പൊ പർപ്പട്ട് വലുതായതുകൊണ്ട് മാജി ഇന്ന് എടുക്കാന്ന് പറഞ്ഞു പ്രഭു. ഓക്കെ, താങ്ക് യു. അപ്പൊ അങ്ങനെ നമുക്ക് ഇത് ചൊല്ലിയിട്ട് നമുക്ക് ജയരാധമാവ് ചൊല്ലിട്ട് ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ജയരാധമാധവ കുഞ്ച വിഹാരി, ജയ രാധമാധവ കുഞ്ച വിഹാരി, ജയ ഗോപീജനവല്ലഭ ഗിരിവരധാരി, ഗോപീജനവല്ലഭ ഗിരിവരധാരി, യശോദനന്ദന വ്രജ ജനരഞ്ജന, 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 യമുന തീരാവനചാരി, യമുനാ തീരാവനചാരി, ജയ രാധമാധവ കുഞ്ച വിഹാരി, ജയ രാധമാധവ കുഞ്ച വിഹാരി, ജയ രാധമാധവ കുഞ്ച വിഹാരി. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്തവൃന്ദ, ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്തവൃന്ദ, ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്തവൃന്ദ, ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്തവൃന്ദ. ഹരി കൃഷ്ണ 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 ഹരി ഹരി, ഹരി രാം 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 ഹരി ഹരി, കൃഷ്ണ 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 ഹരി ഹരി, ഹരി രാം 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 ഹരി ഹരി, കൃഷ്ണ 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 ഹരി ഹരി, ഹരി രാം 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 ഹരി
Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Ram Ram, Hare Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Ram Ram, Hare Tagore Hari Bol, Hari Bol, Hari Bol, Tagore Hari Bol, Tagore Hari Bol, Hari Bol, Hari Bol, Tagore Hari Bol. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 7 ശ്ലോകം 60. പ്രഭാവേ ആകർഷീല സഭ സന്യാസി രമണ കുടില സന്യാസി സഭ ചരിയ ആസാന. പ്രഭാവേ ആകർഷീല സഭ സന്യാസി രമണ കുടില സന്യാസി സഭ ചരിയ ആസാന. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഉജ്ജ്വല പ്രഭാവ രൂപം രൂപമായ ശരീരം കണ്ട് എല്ലാ സന്യാസന്മാരും അതിൻ്റെ ആകർഷകരായി. അവരെല്ലാവരും തങ്ങളുടെ ആസനങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് ആദരവ് പ്രകടിപ്പിച്ചു. ഇത് ഇന്നലെ ശ്ലോകം വായിച്ചതാണ്. പുറപ്പെട്ടു വലുതായും പഠിച്ചത് നോക്കാം. അതിന്റെ ഭാവാർത്ഥം കീർത്തനം ഭാവാർത്ഥം ശ്രീ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്, ജയശ്രീല പ്രഭുപാദ്. ഭാവാർത്ഥം: സാധാരണക്കാരുടെ ശ്രദ്ധ ആകർഷിക്കാനായി ചിലപ്പോൾ ആത്മീയതയിൽ മുന്നേറിയവരും ആചാര്യന്മാരും അസാധാരണമായ ഐശ്വര്യങ്ങൾ പ്രദർശിപ്പിക്കാറുണ്ട്. എന്നാൽ കപട സാധുക്കൾ തങ്ങളെ സ്വയം ഈശ്വരനെന്ന് പ്രഖ്യാപിക്കുന്നത് പോലുള്ള വ്യക്തിപരമായ ഇന്ദ്രിയ ആസ്വാദനത്തിനായി ഒരു യഥാർത്ഥ സാധു ഇത്തരം യോഗശക്തികളെ ദുരുപയോഗപ്പെടുത്തുവാൻ പാടില്ല. ഒരു മായാജാലക്കാരനെ പോലും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാനാകാത്ത അസാധാരണമായ അത്ഭുത വിദ്യകൾ പ്രദർശിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് മായാജാലക്കാരൻ ദൈവമാണെന്ന് അർത്ഥമില്ലല്ലോ. ശ്രദ്ധയെ ആകർഷിക്കാനായി യോഗശക്തികൾ പ്രദർശിപ്പിക്കുന്നത് ആ അവസരം ഉപയോഗിച്ച് തന്നെ ദൈവമെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന അത്യന്തം പാപകരമായ പ്രവൃത്തിയാണ്. ഒരു യഥാർത്ഥ സാധു ഒരിക്കലും സ്വയം ദൈവമായി പ്രഖ്യാപിക്കാറില്ല. പകരം തന്നെ ദൈവത്തിന്റെ ഒരു സേവകനായി കരുതുന്നു. ഈശ്വരന് ഒരു സേവകനെ ആ യോഗശക്തിയെ പ്രദർശിപ്പിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം അതിൽ ഉത്സാഹനുമല്ല. എന്നാൽ പരമപുരുഷനായ ഭഗവാന് വേണ്ടി അദ്ദേഹത്തിന്റെ എളിയ ഭക്തൻ തന്റെ പ്രവൃത്തികൾ സാധാരണ ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വിധം അതിശയകരമായി നിർവഹിക്കുന്നു. എന്നിരുന്നാലും ഒരു ഭക്തൻ ഇത്തരം പ്രവൃത്തികളുടെ ബഹുമതി സ്വയം അവകാശപ്പെടാറില്ല. എന്തുകൊണ്ടെന്നാൽ അത്ഭുതകരമായ കൃത്യങ്ങൾ നിർവഹിക്കുന്നത് ഭഗവാന്റെ കാരുണ്യം മൂലമാണെന്ന് അദ്ദേഹത്തിന് നന്നായി. അതിനാൽ എല്ലാ ബഹുമതിയും യജമാനന് നൽകുന്നു, കൃത്യമല്ല. ഇതാണ് ഇന്നത്തെ ആദ്യത്തെ ശ്ലോകം. അത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് ടൈപ്പ് ശ്രീ ചൈതന്യ മഹാപ്രഭു 5 ഭാവങ്ങളിൽ നിന്ന്. സാധാരണ ഭഗവാൻ 5 തത്വങ്ങൾ, അതായത് പഞ്ചാത്മകം, പഞ്ചതത്വാത്മകം, കൃഷ്ണ ഭക്ത ചൈതന്യ സ്വരൂപകം. ഭഗവാൻ പ്രധാനമായിട്ട് ഈ 5 തത്വങ്ങളിലാണ് തൻ്റെ അവതാരങ്ങളെല്ലാം തന്നെ. അപ്പൊ അതിലെ ഈ അവതാരം എന്ന് പറയുന്നത് ഭക്തസ്വരൂപം, അതായത് ഭക്തന്റെ സ്വരൂപത്തിലാണ് ചൈതന്യ മഹാപ്രഭു അവതരിപ്പിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ 5 ഭാവങ്ങൾ ഇപ്പൊ നമ്മൾ ഈ ലീലകളൊക്കെ നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭഗവാന്റെ ഏതെല്ലാം ഭാവങ്ങളിലാണ് ചൈതന്യ മഹാപ്രഭു ഭക്തന്റെ ഭാവങ്ങളിൽ ഏതെല്ലാം ഭാവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതില് ഇന്നത്തെ ഈ ശ്ലോകത്തിൽ പറയുന്നത് സാധാരണക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടി ആചാര്യന്മാര്, അതായത് അസാധാരണമായ ശ്രമങ്ങൾ പ്രദർശിപ്പിക്കാറുണ്ട്. എന്നാൽ കപട സന്യാസികൾ തങ്ങളെ ഈശ്വരനാണ് പ്രഖ്യാപിക്കാനുള്ള വ്യക്തിപരമായ ഇന്ദ്രിയാസ്വാദനത്തിൽ ആസ്വാദനത്തിനായി ഒരു യഥാർത്ഥ സാധു ഇത്തരം യോഗശക്തിയെ ദുരുപയോഗപ്പെടുത്താൻ പാടില്ല. ഇപ്പൊ നമുക്കറിയാം ഇന്നത്തെ കലിയുഗത്തിൽ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും നമുക്കറിയാം, നമ്മൾ ദിവസം കേൾക്കുന്ന കാര്യമാണ്. ഈവൻ നമ്മുടെ കലിയുഗത്തിലെ കൽക്കി അവതാരം പോലും എന്ന് പറഞ്ഞ ആൾക്കാരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ആ രീതിയിലൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു സമയമാണ് ഈ
കരികാലം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായാവാദ ഈ പറഞ്ഞിട്ടുള്ള കപട സന്യാസികളാണ് ഇതൊക്കെ പ്രധാനമായിട്ടും ചെയ്യുന്നത്. എന്താണ് അവരുടെ ഉദ്ദേശം? എന്താണ്? അവർ സ്വയം ഭഗവാനാണെന്നും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത് ഒരു വൈഷ്ണവ ആചാര്യൻ അല്ലെങ്കിൽ വൈഷ്ണവ ഭക്തൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അതാണ് ഇതിനകത്ത് പ്രഭാത പ്രത്യേകം പറയുന്ന കാര്യം. ഒരു വൈഷ്ണവ ഭക്തൻ എപ്പോഴും ഭഗവാന്റെ സേവകനാണ് ആകാനാണ് ആഗ്രഹിക്കുന്നത്. ഭഗവാനെ സേവിക്കാനും അതുപോലെ എങ്ങനെ ഒരു സേവകന്റെ കൃത്യനിർവഹണം ശരിയായ രീതിയിൽ നിർവഹിക്കുക അത് കാട്ടിക്കൊടുക്കാണ് ഒരു ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്റെ പ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ അന്തർദേശീയ കൃഷ്ണബോധ സമിതിയുടെ സ്ഥാപക ആചാര്യനായിട്ടുള്ള പ്രഭുപാദ. സോ അദ്ദേഹം എത്രയോ എന്താണ് നമ്മൾ പറയുന്ന ഭവ്യതയോടുകൂടിയാണ്, എത്ര ആദരണീയനായിട്ടുള്ള നമ്മുടെ അന്യരാജ്യങ്ങളിൽ ചെന്നിട്ട് പോലും അദ്ദേഹത്തെ എന്താണ് നീച്ച കുലത്തിൽ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും നീച്ചരായിട്ടുള്ള ആൾക്കാർ പോലും ആദരിച്ചു അദ്ദേഹത്തെ ആദരിക്കുകയും അദ്ദേഹത്തിന് സമർപ്പിതരാകുകയും ചെയ്ത കാര്യം നമുക്കറിയാം. അപ്പൊ അതാണ് ഒരു വൈഷ്ണവൻ ആചാര്യന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ കൂടി അവർ ഭഗവാന്റെ അസ്തിത്വം മനസ്സിലാക്കുക. അതാണ് അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ട് അദ്ദേഹം കാട്ടിക്കൊടുക്കുന്നത്. പ്രഭുപാദ യാതൊരു പരിചയമില്ലാത്ത സ്ഥലത്താണ്, അമേരിക്കയിലാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ചെറിയ ഒരു, അതായത് ചുരുങ്ങിയ കാലയളവിൽ തന്നെ അദ്ദേഹം അവിടുത്തെ ലോക പ്രസിദ്ധനാണ്. അതിന്റെ കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ എന്താണ് നമ്മൾ പറയില്ലേ എന്താ ഭക്തന്റെ ആ ക്വാളിറ്റി, അവിടെ അദ്ദേഹം കാണിച്ച ആ ഭക്തന്റെ ക്വാളിറ്റിയാണ് അദ്ദേഹം അവിടുത്തെ. എൻ്റെ ഗുരുവിന്റെ പ്രകാരമാണ് അവിടെ പോയി. അപ്പൊ അദ്ദേഹം പൂർണ്ണമായിട്ടും തൻ്റെ ഗുരുവിൽ വിശ്വസിച്ച് അങ്ങനെ തൻ്റെ ആ വൈഷ്ണവ ദൈവീയ ഗുണങ്ങൾ അദ്ദേഹം അവിടെ കാട്ടിക്കൊടുത്തു. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ അന്നൊക്കെ വളരെ നികൃഷ്ടമായിട്ട് കണ്ടിരുന്ന ഹിറ്റുകൾ പോലും അദ്ദേഹത്തെ കണ്ട നിമിഷം തന്നെ അവർക്കൊരു പ്രത്യേക ആകർഷണം തന്നെ തോന്നും. അദ്ദേഹത്തിന്റെ ശബ്ദം, അദ്ദേഹം ഒരു 70 വയസ്സുള്ള വ്യക്തിയായിട്ട് പോലും അവർക്ക് അദ്ദേഹത്തോട് ആകർഷണം ഉണ്ടായി. അതാണ് ഒരു ഭക്തന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത്, കൃഷ്ണന്റെ വാക്കിന്റെ അർത്ഥം തന്നെ സർവ ആകർഷകനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു എളിയ ഭക്തനും അതാണ് കാട്ടിത്തന്നത് നമുക്ക്. അതായത് നമ്മൾ വൈഷ്ണവ ഗുണങ്ങളും 26 ഗുണങ്ങൾ, അഭയം, തത്വ, സംസക്തി, ജ്ഞാന, യോഗ, വ്യവസ്ഥിതി, ധാന, യമച്ച, യജ്ഞച്ച, സാധ്യായന, ആർജവം. അതൊക്കെയാണ് ഒരു ഭക്തന്റെ ദൈവീയ ഗുണങ്ങൾ. അപ്പൊ ആ 26 ഗുണങ്ങളിലൊക്കെ എത്തുമ്പോഴാണ് ഒരു വൈഷ്ണവനാകുന്നത്. 9 ഗുണങ്ങൾ ബ്രാഹ്മണനാകുന്നു, ഒരു 26 ഗുണങ്ങളിലേക്ക് വരുമ്പോൾ വൈഷ്ണവനാകുന്നു. പിന്നെ അങ്ങോട്ട് എന്താണ് 33 ഗുണങ്ങൾ മുതൽ ദേവന്മാരായി. ആ രീതിയിലാണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ അതിനെയൊക്കെ വർണ്ണിക്കുന്നത്. അപ്പം പ്രധാനമായിട്ടും വൈഷ്ണവർ എപ്പോഴും 26 ഗുണങ്ങൾ, ദൈവീയ ഗുണങ്ങൾ അവരിൽ നമുക്ക് പ്രകടമാകുന്നത് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ അവിടെ പ്രവൃത്തിയിൽ കൂടി ഭഗവാന്റെ ഈ 26 ഗുണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ അതാണ് അഭയം, സത്വസംശക്തി, നിർഭയാവസ്ഥ, അഭയചരണൻ, പ്രഭാതയുടെ പേര് തന്നെ അതാണ്. അപ്പൊ നിർഭയാവസ്ഥ, ഫിയർലെസ്നെസ്, അതാണ് ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അഭയം, സത്വസംശുദ്ധി. രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നതാണ് സംശുദ്ധിയാണ്, പ്യൂരിറ്റി. പ്രഭാതം തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്യൂരിറ്റി ഈസ് ദ ഫോഴ്സ്. അതിന്റെ എക്സാമ്പിളറി എക്സാമ്പിളാണ് പ്രഭുപാദൻ. സോ അദ്ദേഹം തന്നെ അതിന്റെ മോഡലായി. അതുകൊണ്ടാണ് പാശ്ചാത്യ രാജ്യങ്ങളും അദ്ദേഹത്തെ എത്രയോ, അന്നത്തെ മാർപ്പാപ്പ കഴിഞ്ഞാൽ സെക്കൻഡ് സ്ഥാനമായിരുന്നു. അത് ലോകത്തിന്റെ ജഗദ്ഗുരുവായിട്ടുള്ള സ്ഥാനമാണ് അദ്ദേഹത്തിന്. അത് മാത്രമല്ല അവിടുത്തെ പത്രങ്ങളും മീഡിയാസും എല്ലാം എത്രയോ റെസ്പെക്റ്റാണ് പ്രഭുപാദിക്ക് കൊടുത്തത്. അദ്ദേഹം അവിടെ ചെയ്ത മാറ്റങ്ങൾ, അവിടെ അവരുടെ സമൂഹത്തിൽ സമൂഹത്തിൽ ചെയ്ത പരിവർത്തനങ്ങൾ, റെവല്യൂഷനാണ് അവിടെ മാറ്റിയത്. നമുക്കറിയാം കേണൽ മോഴ്സി ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഡിസ്കഷനിലൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അദ്ദേഹം ചോദിച്ചു, വാട്ട് മാജിക് യു ഡൺ എന്നാണ്. കേണൽ മോഴ്സി പ്രഭാതയോട് ചോദിച്ചത്, വാട്ട് മാജിക് യു ഡൺ, ഈ അമേരിക്കയിൽ വന്ന അങ്ങ് എന്ത് മാജിക്കാണ് ഇവിടെ ചെയ്തത്? കാരണം അവർ എത്രയോ $മില്യൺസ് ഹിറ്റുകളെയൊക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്.
ജസ്റ്റ് ഫോർ ട്രീറ്റ്മെന്റ് ഈ ഇപ്പികളുടെ. അപ്പൊ അതുകൊണ്ടാണ് കേണൽ മോസ് പറഞ്ഞത്, വാട്ട് മാജിക് യു ഡൺ, അങ്ങ് ഇവിടെ വന്ന് എന്ത് മാജിക്കാണ് ചെയ്തത്. അപ്പൊ പ്രഭാതം എന്താ പറഞ്ഞത്? ഞാൻ ഒരു മാജിക്കും ചെയ്തില്ല. എന്താണ്? ഞാൻ ഭഗവാന്റെ നാമം ചൊല്ലുകയാണ് ചെയ്തത്. ഞാൻ ഭഗവാന്റെ നാമം ചൊല്ലുകയാണ് ചെയ്തത്. കാരണം ഭഗവാന്റെ നാമം നേരത്തെ രണ്ടാമത് ഭഗവാന്റെ ഗുണം എന്ന് പറഞ്ഞ തന്നെ അഭയം, സത്വ സംശുദ്ധി, ശുദ്ധി. അതായത് ഭഗവാന്റെ നാമം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വിശുദ്ധമാണ്. ശബ്ദം വിശുദ്ധം, ശബ്ദദേവ ശുദ്ധേവ ശബ്ദിതം. ഭഗവാന്റെ ശബ്ദം പോലും വിശുദ്ധമാണ്. ശബ്ദം വിശുദ്ധം, വസുദേവ ശബ്ദിതം. ഭഗവാന്റെ നാമം പോലും വിശുദ്ധമാണ്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ നാമം ചൊല്ലി അവർക്ക് പരിവർത്തനം വന്നു. അവരുടെ ദുർഗുണങ്ങൾ മാറി അവര് ദേവഗുണങ്ങളിലേക്ക് വന്നു. അങ്ങനെ സ്വയം അവര് എന്താണ് സെൽഫ് പ്യൂരിഫൈഡ്. അതിന്റെ പ്രധാന കാരണം എന്താണ്? ഭഗവാന്റെ വിശുദ്ധ ശബ്ദം അവർ കേട്ടതുകൊണ്ടാണ്. പ്രഭു ഒരു പരിശുദ്ധ ഭക്തന്റെ മുഖപത്മങ്ങളിൽ നിന്ന് ഭഗവാന്റെ നാമം കേട്ട ആ ഒരു ക്വാളിറ്റിയാണ് അവർക്ക് ആ മാറ്റം വന്നത്. അത് ട്രീറ്റ്മെന്റിന് പോലും അത് ചെയ്യാൻ പറ്റിയില്ല. ഒരു പരിശുദ്ധ ഭക്തനിൽ നിന്നുള്ള ആ ശബ്ദം ശ്രവിച്ച മാത്രയിൽ ഏറ്റവും എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ലോമണായിട്ടുള്ള ഹിപ്പികൾക്ക് പോലും മാറ്റം ഉണ്ടായി, പരിവർത്തനം ഉണ്ടായി. അപ്പൊ അതാണ് ഒരു വൈഷ്ണവ ആചാര്യന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ആദരവോ അല്ലെങ്കിൽ അമാനിനാമാനതേന, അത് കഴിഞ്ഞ പ്രീവിയസ് ശ്ലോകത്തിൽ അത് പറഞ്ഞ് ഡിസ്കസ് ചെയ്തിരുന്നു. അതൊന്നും അദ്ദേഹം എക്സ്പെക്ട് ചെയ്തില്ല. അദ്ദേഹം എന്താണ് തൻ്റെ ഗുരു എന്താണ് പറഞ്ഞത് അദ്ദേഹം അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. ശാസ്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹത്തിന്റെ ഗുരു എന്ത് പറഞ്ഞോ അതെല്ലാം, അതായത് നീ പാശ്ചാത്യ രാജ്യത്തിൽ പോയി ഇത് പ്രചരിപ്പിക്കണമെന്നാണ്. സോ അദ്ദേഹം അത് സത്യസന്ധമായി അവിടെ അത് പ്രസന്റ് ചെയ്തു. അത് വന്നവർക്ക് അത് മനസ്സിലായി, അവരെ അത് ആകർഷിക്കപ്പെട്ടു, അവരിലും മാറ്റം സംഭവിച്ചു. അതാണ് ദാറ്റ് ഇസ് ദ മാജിക്. അതാണ് പ്രഭാത പറഞ്ഞത്. ഞാൻ ഒരു മാജിക്കും ചെയ്തില്ല, ഞാൻ എൻ്റെ ഗുരു പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞെന്ന് മാത്രം. അപ്പൊ അതാണ് അവിടെ സംഭവിച്ചത്. അതാണ് ഒരു വൈഷ്ണവ ആചാര്യൻ ചെയ്തത്. അതായത് ഒരു പ്രശസ്തിക്കോ അല്ലെങ്കിൽ പ്രഭാതയ്ക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഈ സംഘടനയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇല്ലേ? പ്രഭാതയുടെ പേരിൽ അദ്ദേഹത്തിന് ഇതൊക്കെ എത്രയോ ആചാര്യന്മാരൊക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെ പേരിലൊക്കെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി അവരെന്തെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രഭാത അതൊന്നും ആഗ്രഹിച്ചില്ല. അദ്ദേഹം പ്രസ്ഥാനത്തിന് എന്താണ് കൃഷ്ണബോധ സമിതി എന്നാണ് പറഞ്ഞത്, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്. അപ്പൊ അതാണ് ഒരു യഥാർത്ഥ ട്രൂ വൈഷ്ണവന്റെ ക്വാളിറ്റിയാണ് അദ്ദേഹം കാണിച്ചത്. അമാനിന മാനത, അത് ഒരു മാനവും ഇതിൽ നിന്ന് മാനം ആഗ്രഹിച്ചില്ല, അതുപോലെ തന്നെ മറ്റുള്ളവരെ അമാനിച്ചില്ല എന്ന് പറഞ്ഞ അവരെയും റെസ്പെക്ട് ചെയ്യുകയാണ് ചെയ്തത്. എല്ലാവരെയും വന്നായി ലോബാണായിട്ടുള്ള ഈ ഹിപ്പികളെയൊക്കെ അവരെ വളരെ ആദരവോടുകൂടി അദ്ദേഹം സ്വീകരിച്ചിരുത്തി അവരുടെ മുമ്പിൽ ഇരുന്നാണ് അദ്ദേഹം നാമം ചൊല്ലിയത്. ഈ കൃഷ്ണബോധം അവർക്കെല്ലാം പറഞ്ഞു കൊടുത്തത് വളരെ ആദരവോടുകൂടിയാണ്, വളരെ വാത്സല്യത്തോടും കൂടി, അതുപോലെ തന്നെ എന്താണ് അവരോടുള്ള സഹതാപബോധിയോടുകൂടിയാണ്, അവരെയും ഉദ്ധരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. അപ്പൊ അതാണ് ഒരു ട്രൂ വൈഷ്ണവന്റെ ക്വാളിറ്റി. അതിനെപ്പറ്റിയാണ് പ്രഭാതം പറയുന്നത്. ഒരിക്കലും ഒരു വൈഷ്ണവ ആചാര്യൻ താൻ ദൈവമാണെന്നോ അല്ലെങ്കിൽ ദൈവത്തെക്കാൾ വലിയ വ്യക്തിയാണെന്നോ എന്നൊക്കെ രീതിയിലുള്ള ഒരു പ്രവൃത്തിയും ഒരു വൈഷ്ണവ ആചാര്യൻ ചെയ്തത്. ഇതെല്ലാം കപട സന്യാസികളാണ് ചെയ്യുന്നത്, ഫാൾസ് ഗുരുസാണ് ചെയ്യുന്നതെല്ലാം. അപ്പൊ അതിന്റെ പറ്റിയാണ് പ്രഭാതം പറയുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു വൈഷ്ണവ ആചാര്യൻ പ്രവർത്തിക്കേണ്ടത്? അദ്ദേഹത്തിന്റെ ഉദ്ദേശം നമ്മൾ നേരത്തെ പറഞ്ഞ 26 ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ദാനം, ദമശ്ച, യജ്ഞശ്ച, സാധ്യ, അധ്യയന, ആർജവം. ഇപ്പൊ ദിവസവും അദ്ദേഹം എന്താണ് ഫിയർലെസ്. എന്താണ് ഫിയർലെസ് എന്ന് പറഞ്ഞാൽ എന്താ? അഭയം, പൂർണ്ണമായ നിർഭയാവസ്ഥയായിരിക്കും. അതുപോലെ സംശുദ്ധി, അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയിലും ആ പരിശുദ്ധി നമുക്ക് കാണാൻ സാധിക്കും. ജ്ഞാനയോഗ വ്യവസ്ഥ, എപ്പോഴും അദ്ദേഹം ഭഗവത്ഗീത, ഭാഗവതം അങ്ങനെയുള്ള നമ്മുടെ ആത്മീയ ഗ്രന്ഥങ്ങൾ വായിച്ച് അതിൽ തൻ്റെ ഗുരു പറയുന്നതനുസരിച്ച് അത് മനസ്സിലാക്കുകയും ആ രീതിയിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കും.
അപ്പൊ അങ്ങനെയുള്ള ആ ഗുണങ്ങൾ അയാൾ വളർത്തിയെടുത്തി. ദാനം ദമശ്ച യജ്ഞശ്ച, മറ്റുള്ളവർക്ക്. ഇപ്പൊ നമുക്കറിയാം, പ്രഭാതെ അവിടെ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് പ്രസാദം ഉണ്ടാക്കി അവർക്ക് കൊടുത്തു. അതൊക്കെ ഒരു വലിയ അളവിൽ ആൾക്കാരെയൊക്കെ ആകർഷിച്ചു. പ്രഭാത കുക്ക് ചെയ്ത് കൊടുത്ത പ്രസാദത്തിന്റെ ഒരു ഗ്രെയിനൊക്കെ താഴെ വീണാൽ പോലും അവരത് വന്നെടുക്കുമായിരുന്നു. കാരണം അവർ ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള പ്രസാദം അല്ലെ ഭക്ഷണം അവരുടെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. അതാണ് ഒരു ഭക്തന്റെ പ്രവൃത്തി, ഭക്തിയുടെ ശക്തി. അതാണ് ഒരു വൈഷ്ണവ ആചാര്യയിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കും. പ്രഭുപാദയുടെ ലീലാമൃതം നമ്മൾ വായിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. ഒരു ഗ്രീൻ താഴെ വീണാൽ പോലും ആൾക്കാർ ഓടി വന്ന് എടുക്കുമായിരുന്നു. അവർ അത് എടുത്ത് എത്രയോ ഇതോടുകൂടിയാണ് കഴിച്ചിരുന്നത്. അതാണ് പ്രഭുപാദ എന്താ ചെയ്യുന്നത്? ഒരു റൈസും ഒരു ഡാലും ഒക്കെയാണ് ഉണ്ടാക്കുന്നത്, ഫീസ്റ്റ് ഒന്നുമല്ല. പ്രഭാത ഇനിഷ്യലൊക്കെ എന്താണ്, ഒരു റൈസും ഒരു ഡാല് കറിയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അതിൻ്റെ ആ ടേസ്റ്റ്, അദ്ദേഹം അത് ഭഗവാന് നിവേദിച്ച പ്രസാദമായിട്ടാണ് അവർക്കെല്ലാം കൊടുത്തിരുന്നത്. അപ്പൊ അതൊക്കെയാണ് ഇനിഷ്യലി അവരെയൊക്കെ കൂടുതൽ ആകർഷിച്ചത്, ആ പ്രസാദം. അത് ഭഗവത്ഗീതയിൽ പാവം പറഞ്ഞു, പ്രസാദേ സർവദുഃഖാന ഹാനി രസോപചായതേ പ്രസന്നവദന ഹേശോ ബുദ്ധി പരിവർത്തിച്ചത്. അപ്പൊ അതാണ് അവരുടെ ആ പ്രസാദം അവർ കഴിച്ചു. അങ്ങനെ അവരെല്ലാം എന്താണ്, സർവദുഃഖാന, അവരുടെ എല്ലാ പ്രയാസങ്ങളും നിരാശകളും ഒക്കെ മാറി എന്താണ്, അവർക്ക് ബുദ്ധി പരിവധിഷ്ഠത്, യഥാർത്ഥ ആത്മീയജ്ഞാനം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കുണ്ടായി. അതുകൊണ്ടാണ് അവർ വളരെ പെട്ടെന്ന് അഡ്വാൻസ് ചെയ്തത്. നമ്മുടെ ഇന്ത്യയിലുള്ള ഈ പറഞ്ഞിട്ടുള്ള സന്യാസിമാർക്കൊന്നും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പക്ഷേ അമേരിക്കയിലുള്ള സാധാരണ ജനങ്ങൾ അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റി. കാരണം എന്താണ്, ശ്രീല പ്രഭുപാദ് അദ്ദേഹം ഒരു ട്രൂ വൈഷ്ണവനായിരുന്നു, സന്യാസിയായിരുന്നു. അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് വൈഷ്ണവ ആചാര്യനായിരുന്നു ശ്രീല പ്രഭുപാദ്. അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയാണ് അവരെ ആകർഷിച്ചത്. അതുകൊണ്ടാണ് അമേരിക്കയിൽ വലിയ ഒരു റിവല്യൂഷൻ ഉണ്ടായത്. അപ്പൊ അത് ലോകങ്ങളെല്ലാം അത് ഏറ്റെടുത്തു. അങ്ങനെ തുടർന്നുള്ള 1965 അദ്ദേഹം അമേരിക്കയിൽ പോകുന്നത്. 1966 അദ്ദേഹം കൃഷ്ണബോധ സമിതി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതാണ് പ്രഭുപാദയുടെ ഒരു ട്രൂ വൈഷ്ണവന്റെ എന്താണ് പ്രീച്ചിങ് എന്ന് പറയുന്നത്. സോ അത് ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നു. അതിനു മുമ്പൊക്കെ എത്രയോ ഇവിടുന്ന് സന്യാസിമാരും ഒക്കെ പോയി അവിടെ ഗീതായജ്ഞങ്ങളൊക്കെ നടത്തിയ ഒരു ഡിവോട്ടികളെ പോലും നമ്മൾ കണ്ടില്ല. അപ്പൊ അതിന്റെ കാരണം എന്താ? ഭഗവാന്റെ ഒരു പരിശുദ്ധ ഭക്തൻ എപ്പോഴും അദ്ദേഹത്തിന്റെ സേവകനാണ്. ഭഗവാനെ എങ്ങനെ സേവിക്കുക എന്നുള്ളതാണ് അദ്ദേഹം കാണിച്ചു കൊടുക്കുക. അദ്ദേഹത്തിന്റെ നാമം എങ്ങനെ ചൊല്ലണം, അദ്ദേഹത്തിനെ എങ്ങനെ പൂജ ചെയ്യണം, എങ്ങനെ അദ്ദേഹത്തിന്റെ പ്രസാദം നിവേദിക്കണം, ഇതെല്ലാം പ്രഭാത ഇനിഷ്യലി കാണിച്ചു കൊടുത്തത്. അല്ല പ്രഭാതയുടെ പോയി വലിയ ലെക്ചറൊന്നും അല്ല നടത്തുന്നത്, തൻ്റെ സേവനം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. സോ ഇറ്റ് ഈസ് റിയലി അട്രാക്റ്റീവ്. കൃഷ്ണ ഈസ് അട്രാക്റ്റീവ്, ഡിവോഷണൽ സർവീസ് ആൾസോ അട്രാക്റ്റീവ്. അപ്പൊ അതാണ് പ്രഭാത അവിടെ പ്രസന്റ് ചെയ്തത്. അത് ആളുകളുടെ ഉള്ളിലേക്ക് ചെന്നു, അവരത് വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്തു. അപ്പൊ അതാണ് ഇതിനകത്ത് പറയുന്നത്. നമ്മുടെ കപട സന്യാസികളാണ് ഈ പറഞ്ഞിട്ടുള്ള ആദരവ് പിടിച്ചേറ്റാൻ പറ്റി ഇങ്ങനെയുള്ള ജാലവിദ്യകളൊക്കെ കാണിക്കും. ഇത് പ്യുവർ ഡിവോഷനായിട്ട് യാതൊരു വ്യക്തിയില്ല, പ്യുവർ ആചാര്യന്മാരുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു എന്താണ്, ഭഗവാന്റെ ട്രൂ എന്താണ് സേവകനാണ്. അതാണ് നമ്മളാകേണ്ടത്. അപ്പൊ വൈഷ്ണവ ആചാര്യന്മാരതിന്റെ പ്രധാന, അതുകൊണ്ടാണ് നമുക്കറിയാം ഇപ്പൊ ഇന്ന് അമേരിക്കന്നൊക്കെ എത്രയോ അവരെ കണ്ടാൽ തന്നെ നമുക്ക് റെസ്പെക്ട് തോന്നും. അപ്പൊ അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആണ് അവർ ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യൻ സന്യാസിമാർ പോലും അതിന്റെ അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ ബാക്കിലാണ്. പോവാതെ ശിഷ്യത്വം സ്വീകരിച്ച് വന്നിട്ടുള്ള ഭക്തന്മാരെ, ആചാര്യന്മാരെ, എന്നോ മഹാരാജന്മാരെ ആ ലെവലിലേക്ക് ഉയർന്ന എത്രയോ ആൾക്കാരുണ്ട്. അവരൊക്കെ എത്രയോ നീച്ച കുലങ്ങൾ, നീച്ച സ്ഥാനത്തു നിന്നാണ് മേളിലേക്ക് ഉയർന്നവരാണ്. അവരെല്ലാം എന്താണ്, പ്രഭുപാദയെന്ന് പഠിച്ചത് കൊണ്ടാണ്. ആ പ്രഭുപാദയുടെ ഗുരുത്വം പൂർവതരം ഭഗവത്ഗീതയിൽ പറഞ്ഞു. ഏവം ജ്ഞാത കൃതം കർമ്മ പൂർവൈരവി മോക്ഷിപ്പും. ഭഗവാൻ അർജുനോട് പറഞ്ഞതാണ്, ഇല്ലേ, നീ എപ്പോഴും ആത്മീയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈശ്വര സേവനം ചെയ്യുമ്പോൾ ഒരു ആചാര്യനിൽ നിന്ന് വേണം, ഒരു ട്രൂ ആചാര്യനിൽ നിന്ന് വേണം. ഏവം ജ്ഞാത കൃതം കർമ്മ പൂർവൈരവി മോക്ഷി. അതായത് ഭഗവത് സേവനം ചെയ്ത് എന്നെ പ്രാപിച്ചിട്ടുള്ള പരമ്പരയിൽപ്പെട്ട ആൾക്കാരിൽ നിന്നാണ് നീ അത് ചെയ്യുക. സോ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ പ്രഭുപാദ്
പ്രഭാതന്റെ സമയത്താണ് അത് ഇത്രയും കൃഷ്ണബോധം ലോകത്തെല്ലാം പ്രചരിക്കാനുള്ള കാരണമായത്. കാരണം ഇത് പ്യുവർ വൈഷ്ണവ. അപ്പൊ അങ്ങനെയുള്ള ഒരു വൈഷ്ണവാചാര്യൻ അങ്ങനെയാണ്. അദ്ദേഹം ഒന്നും ഒരു ക്രെഡിറ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് എല്ലാവർക്കും എന്താണ് ഭഗവാന്റെ കാരുണ്യം കൊടുക്കാനാണ്. അതാണ് ഭഗവാന്റെ കാരുണ്യം കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. സോ എങ്ങനെയാണ് ചൈതന്യ മഹാപ്രഭു തൻ്റെ എന്താണ് ആ പ്രേമ പുരുഷോത്തമൻ എന്നറിയിക്കും. അപ്പൊ അദ്ദേഹം പ്രേമ പുരുഷോത്തമനാണ്. എങ്ങനെയാണ് കൃഷ്ണപ്രേമം എല്ലാവർക്കും കൊടുത്തത്. യാതൊരു യോഗ്യയില്ലാത്തവർക്കും യോഗ്യതയില്ലാത്തവർക്കും ഒക്കെ അദ്ദേഹം വാരിക്കോരി കൊടുക്കുന്നതാണ്. നമോ മഹാവതന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ ഗൗരതേച്ച നമഃ. അതാണ് ചൈതന്യ മഹാപ്രഭു. അദ്ദേഹം ഭക്തി തൻ്റെ ഭക്തന്റെ രൂപത്തിലാണ് അവതരിച്ച് അദ്ദേഹത്തിന്റെ ലീലകളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ ഈ അന്നത്തെ മായാവാദ സന്യാസിയിൽ ഏറ്റവും പ്രമുഖനായിരുന്നു പ്രകാശാനന്ദ സരസ്വതി. സോ അദ്ദേഹമൊക്കെ ചെല്ലുമ്പോൾ മറ്റുള്ള സന്യാസിമാരൊക്കെ വളരെ റെസ്പെക്റ്റോടെ അദ്ദേഹത്തിന് ആസനങ്ങളൊക്കെ കൊടുത്തു, വലിയ ഡെക്കറേറ്റ് ചെയ്ത ആസനങ്ങളൊക്കെ കൊടുത്തു. അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാം വളരെ ആദരപൂർവ്വം അദ്ദേഹത്തെ ആദരിച്ച് ആ രീതിയിലാണ് അദ്ദേഹത്തെ കണ്ടിരുന്നത്. ഇവരെല്ലാം ആ സ്ഥാനമാനങ്ങളിൽ പ്രലോഭിതരായിട്ടുള്ള ആൾക്കാരാണ്. സോ അവരുടെ അങ്ങനെ പ്രകാശാനന്ദ സരസ്വതി അദ്ദേഹത്തെ ഈ തർക്കശാസ്ത്ര അതിലേക്ക് ക്ഷണിക്കുക. അങ്ങനെ ചൈതന്യ മഹാപ്രഭു അവിടെ ചെന്നപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ അതാണ് 61ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. നമ്മുടെ വൈഷ്ണവാചാര്യര് അവർ സ്ഥാനമാനങ്ങളൊന്നും ആഗ്രഹിക്കാതെ ശരിക്കും ഭഗവാന്റെ ഒരു സേവകൻ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മുടെ മനസ്സിൽ. അതാണ് ശരിക്കുള്ള ആചാര്യൻ എന്ന് ചെയ്യേണ്ട കാര്യം. സാധാരണ ജനങ്ങളിൽ നിന്ന് ബഹുമാനങ്ങൾ ആദരിക്കാതെ ഭഗവാന്റെ എങ്ങനെ സേവിക്കണമെന്ന്, എങ്ങനെ ഹമ്പിളായിട്ട് ഭഗവാനെ സേവിക്കണം എന്നുള്ള ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതാണ് ഒരു വൈഷ്ണവാചാര്യൻ ചെയ്യുന്നത്. അതാണ് 61ാമത്തെ ശ്ലോകത്തിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഒരു വൈഷ്ണവാചാര്യൻ പരമജീവിതം പുരുഷന്റെ എളിയ കൃത്യനായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അത് നമ്മുടെ എല്ലാ ആചാര്യ പരമ്പരയിൽപ്പെട്ട പ്രഭുപാദയുടെ പരമ്പരയിൽപ്പെട്ട അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം. അപ്പൊ ആ പ്രഭുപാദയുടെ കാരുണ്യം കൊണ്ടാണ് നമുക്കെല്ലാം ഇപ്പൊ കൃഷ്ണബോധവും ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു അവസരം കൂടിയത് പ്രഭുപാദ എന്നുള്ള ആ പരം വൈഷ്ണവന്റെ കാരുണ്യമാണ്. ഇതെല്ലാം അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടാണ് നമുക്കിപ്പോൾ ഇത് വായിക്കാനും നമ്മുടെ ഭാഷകളിലൊക്കെ ഇത് വിവർത്തനം ചെയ്ത് വളരെ അനാസായന ഇതൊക്കെ ഉൾക്കൊള്ളാനുള്ള ഭാഗ്യം ഇതെല്ലാം പ്രഭുപാദയുടെ കാര്യം. അതാണ് ഒരു വൈഷ്ണവ ആചാര്യൻ. അപ്പൊ അങ്ങനെ ആയിരിക്കണം നമ്മളൊരു ആചാര്യൻ. അപ്പൊ അതാണ് അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടപ്പോൾ തന്നെ അവിടെ ആൾക്കാർ അദ്ദേഹം സാധാരണ വ്യക്തിയല്ല, അദ്ദേഹം എന്തോ ഒരു അത്ഭുത വ്യക്തിയാണെന്ന് തന്നെ അവർ തന്നെ ഈ മായാവാദ സന്യാസികൾ പോലും അദ്ദേഹത്തെ കണ്ട നിമിഷത്തിൽ തന്നെ അദ്ദേഹം ദൈവം തന്നെയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ തുടർന്നുള്ള ശ്ലോകം നോക്കുക. 62 പ്രകാശാനന്ദ നാമേ സർവ സന്യാസി പ്രധാന പ്രഭു കെ കഹില കിച്ചു കരിയ സമാന. പ്രകാശാനന്ദ നാമേ സർവ സന്യാസി പ്രധാന പ്രഭു കെ കഹില കിച്ചു കരിയ സമാന. അവിടെ സന്നിഹിതനായിരുന്ന മായാവാദി സന്യാസിമാരിൽ പ്രമുഖനായ പ്രകാശാനന്ദ സരസ്വതി ഉത്കൃഷ്ണനായിക്കൊണ്ട് അത്യാദര പൂർവം മഹാപ്രഭുവിനെ സംബോധന ചെയ്തു. അപ്പം ചൈതന്യ മഹാപ്രഭു അവരുടെ സദസ്സിലേക്ക് ചെന്നപ്പോൾ ചൈതന്യ പ്രഭു എല്ലാവരെയും നമസ്കരിച്ചു ആദ്യം. എന്നിട്ട് അദ്ദേഹം പോയി പൈപ്പ്, അതായത് നമ്മുടെ ടാപ്പിൽ പോയി തൻ്റെ കാല് കഴുകി വൃത്തിയാക്കി. എന്നിട്ട് അവിടെ തന്നെ ഇരുന്നു. അതാണ് ചൈതന്യ മഹാപ്രഭു ചെയ്തത്. അദ്ദേഹം വളരെ ഭവ്യതയോടുകൂടി എളിയനിൽ എളിയനായി അങ്ങനെയാണ് അദ്ദേഹം അവിടെ ഇരുന്നത്. അതായത് പ്രകാശാനന്ദ സരസ്വതി വലിയ സിംഹാസനത്തിൽ അവിടെ ഇരിക്കുകയാണ്. ആ സമയത്താണ് ചൈതന്യ മഹാപ്രഭു സദസ്സിൽ പ്രവേശിച്ച് അദ്ദേഹം ആദ്യം പോയി തൻ്റെ കാലുകൾ വൃത്തിയാക്കി, വെള്ളം
പൈപ്പിലെ വെള്ളം ഓൺ ചെയ്ത് കാല് കഴുകി, എന്നിട്ട് എന്താണ് ആദ്യം അവിടെ ഇരുന്ന എല്ലാ സന്യാസിമാരും പ്രണാമങ്ങൾ അർപ്പിച്ച ശേഷം ആ കാല് കഴുകിയ ആ സ്ഥലത്ത് തന്നെ ഇരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ടാണ് എന്താണ് പ്രകാശാനന്ദ സരസ്വതി അവിടെ സന്നിഹിതരായിരുന്ന മായവാദി സന്യാസിമാരിൽ പ്രമുഖനായ പ്രകാശാനന്ദ സരസ്വതി അത്യുഷ്ടനായിക്കൊണ്ട് അത്യാദര പൂർവം മഹാപ്രഭുവിനെ സംബോധന ചെയ്തു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. എന്താണ് മഹാപ്രഭു എല്ലാ സന്യാസിമാർക്കും ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് മായാവാദി സന്യാസിമാരുടെ നേതാവും അദ്ദേഹത്തോട് ആദരവ് പ്രകടിപ്പിച്ചു. അപ്പൊ ആദ്യം ചൈതന്യ മഹാപ്രഭു അവരെ ആദരിച്ചു. അപ്പൊ ഈ മായാവാദി സന്യാസിയായിട്ടുള്ള പ്രകാശാനന്ദ സരസ്വതിക്ക് അദ്ദേഹത്തെ ആദരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതാണ് ഒരു ഭക്തന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ സ്വഭാവ വൈശിഷ്ട്യം അത് കണ്ട് അവരും എന്താണ് എങ്ങനെയാണ് ഒരു വ്യക്തിയെ ആദരിക്കേണ്ടതെന്ന് അവർ പഠിക്കുകയാണ് ചെയ്തത്. അതാണ് ആദ്യം ചൈതന്യ മഹാപ്രഭു ചെയ്തത്. എങ്ങനെയാണ് ഒരു സന്യാസിമാരെ അല്ലെങ്കിൽ ഒരു ആൾക്കാരെ നമ്മൾ ആദരിക്കേണ്ടതാണ് ആദ്യം ചൈതന്യ മഹാപ്രഭു കാണിച്ചു കൊടുക്കും. അപ്പൊ അത് കണ്ടിട്ടാണ് ഈ മായാവാദി സന്യാസിയായിട്ടുള്ള പ്രകാശാനന്ദ സരസ്വതിയും അദ്ദേഹത്തെ ആദരപൂർവം അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത്. ശ്ലോകം 63. ഈഹാനൈസ സുനാസിപാദ അപവിത്ര സ്ഥാനേ വൈശ്വകീപ അവസാദ. ഈഹാനൈസ സുനാസിപാദ അപവിത്ര സ്ഥാനേ വൈശ്വകീപ അവസാദ. വർത്തനം. ഇവിടെ വരൂ ശ്രീമാൻ, അങ്ങ് എന്താണ് ആ മലിനമായ സ്ഥലത്ത് നിന്ന് എന്താണ് അങ്ങയുടെ ദുഃഖത്തിന് കാരണം? ഇതാണ് ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ചൈതന്യ മഹാപ്രഭു ഒന്ന് നമസ്കരിച്ച് അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നിട്ട് എന്താണ് അങ്ങ് ഇങ്ങി വരൂ, ഇവിടെ വരൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. വളരെ വെടിപ്പായ സ്ഥലത്ത് സോഫയിൽ ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങ് ഇങ്ങി വരൂ, എന്തിനാണ് അങ്ങ് അവിടെ ഇരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതാണ് ഒരു വൈഷ്ണവ സന്യാസിയും ഒരു എന്താണ് വൈഷ്ണവ സന്യാസി തമ്മിൽ വ്യത്യാസം. നമ്മൾ ആദ്യം ഏതാ മനസ്സിലാക്കേണ്ടത്? ഇതൊരു ഓരോ തത്വങ്ങളാണ് നമ്മൾ നമുക്ക് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഒരു വൈഷ്ണവ സന്യാസി ആൾക്കാരെ ആദരിക്കുന്നത്? അപ്പൊ ഇറസ്പെക്റ്റീവായിട്ട് സ്ഥാനമാനങ്ങൾ അനുസരിച്ച് അത് എല്ലാവർക്കും പ്രണാമങ്ങൾ അർപ്പിച്ചു. പക്ഷെ പ്രകാശാനന്ദ സരസ്വതി അവരൊക്കെ എങ്ങനെയാണ്? മായാവാദി സന്യാസികൾ എങ്ങനെയാണ്? അവര് വലിയ എന്താണ് സെൽഫ് പ്രൗഡായിട്ട് ഞാൻ വലിയ ഏതോ ആളാണെന്നുള്ള രീതിയിലാണ് അവര് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഒരു മായാവാദി സന്യാസിയും വൈഷ്ണവ സന്യാസിയും തമ്മിലുള്ള വ്യത്യാസം. അതാണ് നമുക്ക് ഇതിൽ മനസ്സിലാകുന്നത്. അന്നേരം ചോദിച്ച എന്താണ് അങ്ങ് ദുഃഖിതനായിരിക്കുന്നത്? അങ്ങ് ഇവിടെ വരൂ എൻ്റെ അടുക്ക് ഇരിക്കൂ, അങ്ങക്ക് എന്താ ഒരു സന്തോഷമില്ലാത്ത ഇരിക്കുന്നു അതുപോലെ തോന്നുന്നത് എന്താണ് അതിന്റെ കാരണം എന്നാണ് ചോദിക്കുന്നത്. ശ്ലോകം 64. പ്രഭുഹേ അമിഹീന സമ്പ്രദായ ത്വമസബര സഭായ വസിതേ നുയായ. പ്രഭുകഃ അമിഹീന സമ്പ്രദായ ത്വമസബര സഭായ വസിതേ നയൂയായ. അതായത് മഹാപ്രഭുവിന്റെ മറുപടി പറഞ്ഞതാണ്, ഞാൻ ഒരു താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട സന്യാസിയാണ്, അതിനാൽ എനിക്ക് നിങ്ങളോടൊപ്പം ഇരിക്കാനുള്ള അർഹതയില്ല. അദ്ദേഹം പറഞ്ഞത് ഇത് ചൈതന്യ മഹാപ്രഭു പറഞ്ഞതാണ്. പ്രകാശാനന്ദ സരസ്വതിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞു. എന്താണ് അങ്ങ് എന്താണ് ഇത്രയും മലിനമായ സ്ഥലത്തിരിക്കുന്നത്? അങ്ങ് എൻ്റെ അടുക്ക് വന്നിരിക്കും, ഇവിടെ വന്നിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ, അതുപോലെ തന്നെ അങ്ങ് എന്താ ഒരു സന്തോഷമില്ലാത്ത ആളിനെപ്പറ്റി ഇരിക്കുന്നതൊക്കെ ചോദിച്ചപ്പം അതിന് മറുപടിയായിട്ട് പറഞ്ഞു എന്താണ്, ഞാനൊരു ഹീന സമ്പ്രദായത്തിൽപ്പെട്ട സന്യാസിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഒപ്പം ഇരിക്കാനുള്ള അർഹതയൊന്നും എനിക്കില്ല. അതാണ് ചൈതന്യ മഹാപ്രഭു കാണിച്ചത് പറയുന്നത്. അപ്പൊ അവിടെയും ചൈതന്യ മഹാപ്രഭു എന്താണ് ഒരു ഭക്തന്റെ അതാണ് ഭാവം. ഒരു ഭക്തന്റെ ഭാവം എങ്ങനെയാണ്? ഭക്താഖ്യം ഭക്ത ചൈതന്യം. ഒരു ഭക്തന്റെ ഭാവം എങ്ങനെയാണെന്ന് പറയുന്നത് അതാണ് ഈ പറഞ്ഞത്. ചൈതന്യ മഹാപ്രഭുവിന്റെ 5 ഭാവങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പൊ അതിലാണ് ഒരു ഭക്തൻ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എവിടെ ചെന്ന് കഴിഞ്ഞാലും എങ്ങനെയാണ് പെരുമാറേണ്ടത്, അതാണ് അദ്ദേഹത്തിൽ കൂടി കാണിക്കുന്നത്. പറഞ്ഞേണ്ട മറുപടി എന്താണ് പറഞ്ഞത്? ഞാനൊരു ഹീനജാതിയിൽപ്പെട്ട സന്യാസിയാണ്.
സന്യാസി ആയതുകൊണ്ടാണ് നിങ്ങളോടൊപ്പം ഇരിക്കാനുള്ള അർഹതയൊന്നും എനിക്കില്ല എന്നാണ് അദ്ദേഹം വിനീതമായി. ഇല്ലേ? അതാണ് പറഞ്ഞൊരു സന്യാസിയുടെ എന്താണ് നമ്മൾ പറയുന്നത് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഒരു ഭക്തന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം എന്താണ് ഒരു ഭക്തൻ എപ്പോഴും വളരെ എന്താണ് ടോളറൻസ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ടോളറൻസ്, അതിന്റെ ഗുണമെന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ കാണിക്കുന്നത്. അദ്ദേഹം ഒരു വളരെ എളിയ നമ്മൾ പറഞ്ഞില്ല എങ്ങനെയാണ് ഭക്തരിൽ ഏറ്റവും താഴ്ന്ന ഭക്തനായി കാണിച്ചത്. അതാണ് വൈഷ്ണവ ക്വാളിറ്റി. ആ ഭാവങ്ങൾ, ഒരു ഭക്തന്റെ ഭാവങ്ങൾ ഏത് തരങ്ങളിലേക്ക് ഭാവന ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ഏതെല്ലാം രീതിയിലാണ് പെരുമാറുന്നത്. അപ്പൊ അതാണ് ഇതിനകത്ത് പറയുന്നത്. അതിനകത്ത് പ്രഭുപാദ് അതിന്റെ പർപ്പട്ട് വലിയ ലെങ്തി പർപ്പട്ടാണ്. അതിന്റെ ശരിക്കുള്ള അതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് നമ്മൾ മായവാദി സന്യാസികള് അവരെല്ലാം അവരുടെ എന്താണ് അറിവിൽ അഹന്ത കൊള്ളുന്നവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞു സെൽഫ് പ്രൗഡ്. അവർ പറഞ്ഞ ഞാൻ ഏതോ വലിയ വ്യക്തിയാണെന്നുള്ള അതിൽ അവർ അഭിമാനം കൊള്ളുന്നവരാണ്. അപ്പൊ ഈവൻ ശങ്കരാചാര്യരെ പോലും അതിനെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. നമ്മള് ഭജഗോവിന്ദത്തിലൊക്കെ അദ്ദേഹം അത് പറയുന്നുണ്ട്. എന്താണ് നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട് എന്താണ് സംപ്രാപ്തി സന്നിഹിതേ കാലി നഹി നഹി രക്ഷതി കരണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര വലിയ എന്താണ് ഭാഷാ പണ്ഡിതനായാലും ശരി, അല്ലെങ്കിൽ നിങ്ങൾ എത്ര വലിയ ഗ്രാമർ പഠിച്ചു കഴിഞ്ഞാലും ശരി, ഇതൊന്നും നിങ്ങൾ നഹി നഹി രക്ഷത്, മരണസമയത്ത് ഒന്നും നിങ്ങളെ രക്ഷിക്കാനുണ്ടാവില്ല. നിങ്ങൾ ഈ കാണിക്കുന്ന നിങ്ങളുടെ അഹന്തകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ദുരഭിമാനം ഒന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ എന്താണ് ജ്ഞാനം, ഈ നോളജ് ഒന്നും നഹി നഹി രക്ഷതി, മരണസമയത്ത് ഇതൊന്നും ഇറ്റ് വിൽ നോട്ട് വർക്ക്ഔട്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമത്. അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഗോവിന്ദനെ ഭജിക്കുക? ഈ മൂഢന്മാരെ നിങ്ങൾ ഗോവിന്ദനെ ഭജിക്കുക, ഗോവിന്ദനെ ഭജിക്കുക, ഗോവിന്ദന്റെ എളിയ ഭക്തനാകുക, എളിയ ഭക്തനാകുക. അതാണ് അദ്ദേഹം നമുക്ക് തന്നിരിക്കുന്നത് ഭജഗോവിന്ദത്തിൽ കൂടി പറയുന്നത്. ഗോവിന്ദനെ സാക്ഷാൽ ഗോവിന്ദനെ ഭജിക്കുക, ഗോവിന്ദനെ നമുക്കറിയാം ബ്രഹ്മദേവനും അതാണ് പറഞ്ഞത്. അദ്ദേഹം എന്താണ് പറയുന്നത്? ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണക്കാരൻ, എല്ലാത്തിൻ്റെയും കാരണക്കാരനായിട്ടുള്ള ഗോവിന്ദനെ നിങ്ങൾ എന്താണ് ഞാൻ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നതാണ്. അപ്പൊ അതൊക്കെയാണ് ശരിക്കുമുള്ള ട്രൂ ഭക്തന്മാര്. അവർക്കാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത് അവർക്കാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെയും ഈ മായവാദി സന്യാസികളുടെ പാണ്ഡിത്യത്തിൽ കാണിക്കുന്ന അവരുടെ എന്താണ് അമിതമായിട്ടുള്ള പ്രഹസനങ്ങളൊക്കെ അതൊന്നും അല്ല യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. നമ്മളൊരു ഭഗവാന്റെ എളിയ ഭക്തനാകുക, അതാണ് നമുക്ക് വേണ്ടത്. അതാണ് ഇതിനകത്ത് മൊത്തത്തിൽ പറയുന്നത്. അപ്പൊ അതാണ് പല തരത്തിലുള്ള സന്യാസിമാരിൽ വിവിധ തലങ്ങളിലുള്ള ആൾക്കാരുണ്ട്. അതാണ് തീർത്ഥ, ആശ്രമ, സരസ്വതി അങ്ങനെയൊക്കെയുള്ള അവരുടെ സ്ഥാന പേരുകളാണിത്. പത്മതീർത്ഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ സരസ്വതി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ സ്ഥാന പേരുകളാണ്. ഇതൊക്കെ അവരുടെ ഈ പറഞ്ഞിട്ടുള്ള അവരുടെ സ്ഥാനങ്ങൾ. അപ്പൊ അതിലേക്ക് വരുമ്പോൾ അവർക്ക് അതിൽ തന്നെ ഒരു എന്താണ്, ഞാൻ ഈ പദയിലേക്ക് ഉയർന്ന് എന്നെ എല്ലാവരും ആദരിക്കണം എന്നൊക്കെയുള്ള ഒരു മനസ്സിൽ അവർക്കൊരു ചെറിയ ഇത് മായവാദി സന്യാസികളിൽ വളരെ എല്ലാവരും തന്നെ റെസ്പെക്ട് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു മാനസികാവസ്ഥയിലാണ് അവരൊക്കെ ഇരിക്കുന്നത്. എന്താണ് അവർക്ക് മറ്റുള്ളവരെല്ലാം നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യണം, ആദരിക്കണം എന്നുള്ള ഒരു ഭാവമാണുള്ളത്. പക്ഷെ അതൊന്നും അല്ല ശരി യഥാർത്ഥത്തിൽ ഒരു ഭക്തൻ ആഗ്രഹിക്കുന്നത്. അതാണ് ചൈതന്യ മഹാപ്രഭു ഇവിടെ പറഞ്ഞത്. ഞാനൊരു എന്താണ് താഴ്ന്ന ജാതിയിൽപ്പെട്ട സന്യാസിയാണെന്ന് പറഞ്ഞതിന്റെ കാര്യം അതാണ്. അപ്പൊ കേശവ ഭാരതി എന്നാണ് അദ്ദേഹം സന്യാസം സ്വീകരിച്ചത്. അതാണ് നമ്മൾ ഈ ഭാരതി എന്ന് പറയുന്നത്. അതൊക്കെ ഒരു എന്താണ് ഇതിനകത്ത് പലതരത്തിലുള്ള സ്ഥാനങ്ങൾ പറയുന്നുണ്ടല്ലോ. വന, ആരണ്യ, ഭാരതി
കേശഭാരതിയിൽ നിന്നാണ് ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിച്ചത്. അപ്പൊ ആ രീതിയിൽ ഇതിലും പിന്നെ എന്താണ് വൈഷ്ണവരുടെ ക്വാളിറ്റിയെ പറ്റിയാണ് പറയുന്നത്. കാരണം എന്താണ് വേദാന്തം തങ്ങളുടെ അവരവരുടെ സ്വന്തം രീതിയിൽ വ്യാഖ്യാനിക്കാനുള്ളതല്ല വേദാന്തം എന്ന് പറയുന്നത്. കാരണം വേദാന്തം എഴുതപ്പെട്ടിട്ടുള്ള ഭഗവാനാണ്. അതാണ് ഭഗവത്ഗീതയിൽ 15-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകം ഇതിനകത്ത് പ്രഭുപാദ കോട്ട് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്കെല്ലാവരും സർവസ്യ ചാഹം കൃതി സന്നിവിശ്വോ മത്ത സ്മൃതി ജ്ഞാനം അപോഹനം. അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? വേദശ്ച സർവൈർ അഹമേവ വേദ്യോ വേദാന്ത കൃത് വേദ വിവേദച. ആ 2 വരിയാണ് നമ്മൾ അതിനകത്ത് പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? വേദശ്ച സർവൈർ അഹമേവ വേദ്യം. വേദം ആരാണ്? അതായത് വേദശ്ച സർവൈർ അഹമേവ വേദ്യം. വേദങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? ഭഗവാനാണ് ഭഗവാനാണ് എൻ്റെ വേദജ്ഞൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാകണം. അല്ല ഞാനല്ല, വായിക്കുന്ന ആളല്ല, മറിച്ച് ഭഗവാനായിരിക്കണം വേദജ്ഞൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് വേദം എഴുതി. അതുപോലെ തന്നെ എന്താണ് വേദാന്ത കൃത് വേദചാരം. അതുപോലെ തന്നെ ഈ വേദങ്ങൾ എഴുതപ്പെട്ടത് ഭഗവാനാണ്. ആ വേദങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചാൽ മനസ്സിലാകേണ്ട എല്ലാ വേദങ്ങളുടെ സാരാംശം ഭഗവാനെ അറിയാന്നുള്ളതാണ്. അതായിരിക്കണം നമ്മൾ വേദം പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം. അതല്ലാതെ അതിൽ നമ്മൾ എന്താണ് അത് നമ്മുടെ സ്ഥാനത്തെ ഉപയോഗിച്ച് ഞാൻ വലിയ ആളാണെന്ന് അതല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. മറിച്ച് ഭഗവാന്റെ വേദാന്ത കൃത്ത് ആരാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുകയാണ് വേണ്ടത്. നമുക്കറിയാം ഭഗവാനാണ് വേദം എഴുതിയെന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പിതാമഹസ്യ ജഗതോ ദാതാ മാതാ പിതാമഹ വേദ്യമന്ത്ര ഓങ്കാര ഹൃഗ് സാമ യവരേവച്ച. ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഈ ഹൃഗ്വേദം, സാമവേദ, അഥർവവേദം ഇതെല്ലാം എഴുതിയതും ഭഗവാൻ തന്നെയാണ്. അദ്ദേഹം ഈ ലോകത്തിന്റെ തന്നെ പിതാമഹസ്യ ജഗതോ, ഈ ലോകത്തിന്റെ പിതാവും ദാതാവും മാതാവും ഒക്കെ അദ്ദേഹമാണ്. നമുക്ക് നമ്മുടെ എല്ലാ ചരാചരങ്ങളുടെയും സൃഷ്ടികർത്താവ് ആരാണ്? ഭഗവാനാണ് ഇല്ലയോ? അപ്പൊ അദ്ദേഹമാണ് ഇതിന്റെ എല്ലാം. പിതാമഹസ്യ ജഗതോ ദാതാ മാതാ പിതാമഹ. ലോകത്തിൽ തന്നെ പിതാവും മാതാവും പിതാമഹനും എല്ലാം അദ്ദേഹം തന്നെയാണ്. വേദ്യമന്ത്ര ഓങ്കാരം നമുക്കറിയാം. ഓം അതാണ് മൂലമന്ത്രം, ആത്മമന്ത്രം. ഓം തുറന്നാൽ നമുക്ക് ഏത് ദൈവത്തിനെ നമുക്ക് വിളിക്കാം. ഓം നാരായണ നമ, ഓം നമ ശിവായ നമ, ഓം ഗണപതി നമ. നോക്ക്, ആ വേദ്യമന്ത്രം അതാരാണ്? അദ്ദേഹമാണ്, സാക്ഷാൽ ഭഗവാനാണ്. അത് വിഷ്ണുവിനെയാണ് ഭഗവാൻ കൃഷ്ണനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കുക. അതാണ് അതിന്റെ തത്വം എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ വേദങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹമാണ് എല്ലാത്തിൻ്റെയും പൊരുൾ, അദ്ദേഹമാണ്. വേദ്യമന്ത്ര ഓംകാരം, ആ ഓം എന്നുള്ള അദ്ദേഹം, അത് ദിവ്യോപനിഷനാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതല്ലാതെ ഞാനാണ് ദൈവം എന്ന് അതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാം ഭഗവാൻ പരമദിവ്യപുരുഷനിലാണ് തുടങ്ങുന്നത്. അദ്ദേഹത്തിനെയാണ് ആദരിക്കേണ്ടത്. അദ്ദേഹത്തിന് ആദരവ് കിട്ടേണ്ടത്. അദ്ദേഹത്തിന് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ഈ എളിയ ഉദ്യമത്തിന്റെ ഉദ്ദേശം. സന്യാസം സ്വീകരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? സന്യാസസ്തു മഹാബാഹോ ദുഃഖമാക്തു അവയോഗ്യത. ഈ സത്യം മനസ്സിലാക്കാതെ നമ്മൾ സന്യാസം വെറും കാഷായ വസ്ത്രമിട്ടുകൊണ്ട് സന്യാസി ആകത്തില്ല. ദുഃഖമാക്തു അയോഗ്യത. നിങ്ങൾക്ക് ദുഃഖം മാത്രമേ കിട്ടത്തുള്ളൂ. നിങ്ങൾ ഒരിക്കലും യോഗ്യനല്ല. അയോഗ്യത. സർവപരിത്യാഗി, അതാണ് ഒരു സന്യാസി. എല്ലാം പരിത്യജിക്കുന്ന ഒരു വ്യക്തിയാണ് സന്യാസി എന്ന് പറയുന്നത്. അതാണ് സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തു അയോഗ്യത. യോഗയുക്തോ മുനിർബ്രഹ്മ നചിരാനാദി ഗച്ഛതി. പക്ഷേ നോക്ക്, ഒരു ഭക്തനാണെങ്കിലോ അവനെന്താണ് ചെയ്യുന്നത്? യോഗയുക്തോ, എപ്പോഴും ഭഗവാനുമായിട്ട് ഭഗവത് സേവനം ചെയ്ത് ഭഗവാന്റെ നാമം ചൊല്ലി ഭഗവാന്റെ സേവനം ചെയ്യുന്നവരാണ് നചിരേനാദി ഗച്ഛതി. അവനാണ് ശരിക്കും എൻ്റെ അടുക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വെറും സന്യാസവസ്ഥ മായാവാദം, ഇത് ഈ സന്യാസി വേഷത്തിലോ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് ആഘോഷങ്ങളിലോ അനാചാരങ്ങളോ ഇതൊന്നുമല്ല. ഞാൻ അങ്ങനെയുള്ളവരൊന്നും ഒരിക്കലും അവനെല്ലാം
എന്താണ് ദുഃഖമാപ്തമായ, അവർക്ക് ഒരിക്കലും സന്തോഷം കിട്ടത്തില്ല, പരമാനന്ദം അനുഭവിക്കാനുള്ള ഭാഗ്യം അവർക്കുണ്ടാകത്തില്ല അവരുടെ ജീവിതത്തിൽ. കാരണം എന്താണ്? ഭഗവാൻ എപ്പോഴും തൻ്റെ ഭക്തന്മാരുമായിട്ടാണ് ഐശ്വര്യവും സന്തോഷവും എന്താണ് അത് ഷെയർ ചെയ്യുന്നു. ഭഗവാൻ അതാണ് അത് ദുർവാസ മുനിയോട് ഭഗവാൻ പറഞ്ഞ കാര്യം അറിയാമല്ലോ. അംബരീഷുമാരുമായിട്ടുള്ള തർക്കത്തിൽ അവസാനം ഭഗവാൻ വിഷ്ണുവിന്റെ അടുക്കൽ ചെന്ന കഥ എല്ലാവർക്കും അറിയാലോ. അന്നേരം ഭഗവാൻ ദുർവാസ മുനിയോട് പറഞ്ഞ എന്താ? ന അഹം ആത്മാന ആശേഷ ഭക്തേർ വിന മമ ശ്രീയ അത്യധികം ബ്രഹ്മൻ യേശം ഗതായതം പര എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? അതായത് ഞാൻ എപ്പോഴും എൻ്റെ ഭക്തൻ ഇല്ലാതെ എൻ്റെ ഐശ്വര്യമോ അല്ലെങ്കിൽ പരമാനന്ദമോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ദുർവാസ, ഓ ദ്വിജശ്രേഷ്ഠ, ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങ് അംബരീഷിന്റെ അവിടെ ചെന്ന് അദ്ദേഹത്തിന്റെ കാല് പിടിക്കുക. അതാണ് പറഞ്ഞത്. അപ്പൊ അതാണ് ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെയാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് കാണിച്ചു തന്നത്. അപ്പൊ അദ്ദേഹം അവിടെ ചെന്ന് ഈ വലിയ എന്താണ് വലിയ ആൾക്കാരാണ്, വലിയ ആചാര്യാണെന്നുള്ളതൊക്കെ ഇരിക്കുന്നവരൊക്കെ പോയി അദ്ദേഹം അതാണ് ഒരു ട്രൂ ഡിവോട്ടിയുടെ രൂപത്തിൽ അദ്ദേഹം അത് പ്രസന്റ് ചെയ്തു, അവരെ കൺവിൻസ് ചെയ്യാൻ. അതാണ് അദ്ദേഹത്തിന്റെ അവിടെ പോയതിന്റെ കാരണം തന്നെ അതാണ്. ആദ്യം തന്നെ പ്രകാശാനന്ദ സരസ്വതിയെ കൊണ്ട് തന്നെ എന്താണ് ചൈതന്യ മഹാപ്രഭുവിന്റെ വന്ന് കൈ പിടിച്ച് കൊണ്ടുപോകാനുള്ള ആ ഒരു മാനസികാവസ്ഥയിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു. അപ്പൊ അതാണ് ഒരു ട്രൂ ഭക്തന്റെ ക്വാളിറ്റി എന്ന് നമ്മൾ പറയുന്നത്. നോക്ക്, ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അദ്ദേഹം ഒരു എന്താണ് അത്ഭുത വ്യക്തിയാണെന്ന് അവർക്ക് മനസ്സിലായി. നമുക്കറിയാം, സ്വർണ്ണവർണ്ണ ഹേമാങ്കു, തനി തങ്കത്തിന്റെ കളറാണ് ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത്. സ്വർണ്ണവർണ്ണ ഹേമാങ്കു, സ്വർണ്ണവർണ്ണത്തിലുള്ള, നോക്ക് സ്വർണം, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ കളറ് പോലും എന്താണ് തനി തങ്കത്തിന്റെ കളർ. അങ്ങനെയുള്ള അത്രയ്ക്ക് ആകർഷമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ശരീരപ്രഭ കണ്ടപ്പോൾ തന്നെ മായവാദ സന്യാസികൾ തന്നെ അദ്ദേഹത്തിന് അതിന്റെ സന്യാസി വരലിൽ ശ്രേഷ്ഠനായിട്ടുള്ള പ്രകാശാനന്ദ സരസ്വതി തന്നെ പോയി അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു കൊണ്ടുവന്നു. കാരണം എന്താണ്? അതാ ട്രൂ സന്യാസി. ശരിക്കും അദ്ദേഹം ഒരു വൈഷ്ണവ സന്യാസിയാണ്. ആ രീതിയിൽ അദ്ദേഹം അവിടെ ആക്ട് ചെയ്തു. അപ്പൊ അത് ഈവൻ ദുരഭിമാനിയായിട്ടുള്ള ഈ മായാവാദി സന്യാസിയിൽ പോലും ആകർഷിക്കപ്പെട്ടു. അതാണ് നമ്മൾക്ക് മനസ്സിലാക്കുക. അതാണ് ഈ ചൈതന്യ ഭാവം ഭഗവാന്റെ. ഭക്താഖ്യം ഭക്ത ചൈതന്യം, ഒരു ഭക്തന്റെ ചൈതന്യമാണ്, ശക്തിയാണ് അദ്ദേഹം, ഭക്തശക്തി സ്വരൂപകം. അപ്പൊ അതാണ് ഒരു ഭക്തൻ വിവിധ ഭക്തിയുടെ വിവിധ തലങ്ങൾ എങ്ങനെയാണ് അവർ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിച്ച് അവരുടെ അദ്ദേഹത്തിന്റെ ആദരവ്. അതാണ് സുശിക്ഷിത കാരുണ്യക. സുശിക്ഷിത കാരുണ്യക. അദ്ദേഹം എത്രയോ എന്താണ് പേഷ്യൻസോട് കൂടിയാണ്. ഇത്ര വലിയ ഈ സന്യാസി വര്യന്മാരൊക്കെ എത്രയോ എളിമനായിട്ടാണ് അവർ ചെന്നത്. കാരുണ്യക, അവരെയും കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ അവിടെ പോയതിന്റെ ഉദ്ദേശം എന്താണ്? അത് ഈ പ്രകാശാനന്ദ സരസ്വതികളെ പോലും ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടത്. തുടർന്നുള്ള ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ കൂടി ഇവരെ ഈ മായാവാദി സന്യാസികളെയും ആകർഷിക്കും. അതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ക്വാളിറ്റി, വൈഷ്ണവ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഭക്തന്റെ ക്വാളിറ്റിയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അപ്പൊ അത് ഈവൻ മായവാദി സന്യാസികളെ പോലും ആകർഷിക്കപ്പെട്ടു. അപ്പൊ നമ്മള് തിദിക്ഷിക, കാരുണ്യിക, അതുപോലെ അജാത ശത്രുവേ ശാന്ത, സാധുവേ സാധുഭൂഷണം. അപ്പൊ അതാണ് ഒരു ഭക്തന്റെ ശരിക്കുള്ള ഒരു ആഭരണം എന്ന് പറയുന്നത്. ഓർണമെന്റ്സ് ആണ്, ഒരു ഭക്തന്റെ ഓർണമെന്റ്സ് ആണ്. സഹിഷ്ണുത, കാരുണ്യക, അതുപോലെ തന്നെ അജാത ശത്രുവേ ശാന്ത. അയാൾക്ക് ശത്രു ഉണ്ടായിരിക്കത്തില്ല. ഒരു ഭക്തന് ഒരിക്കലും ശത്രുക്കളില്ല. പ്രഭുപാദ എത്രയോ, ആരും ഒരു ശത്രുക്കളില്ല.
അദ്ദേഹത്തോടൊക്കെ ഇന്റർവ്യൂവിന് ചെന്ന് എല്ലാം ഈവൻ മീഡിയാസ് പോലും അവരെല്ലാം എത്രയോ ആദരവോടുകൂടിയാണ് പ്രഭുപാദെ കണ്ടിരുന്നത്. അതുപോലെ സമൂഹത്തിലെ ഉന്നത വ്യക്തികളൊക്കെ എത്രയോ പേരാണ് കൃഷ്ണാഭവത്തിലേക്ക് വന്നത്. കാരണം എന്താണ്? പ്രഭുപാദയുടെ ക്വാളിറ്റി കണ്ടിട്ടാണ്. പ്രഭുപാദയുടെ ക്വാളിറ്റി കണ്ട, അദ്ദേഹത്തിന്റെ സൗന്ദര്യമൊക്കെ ഒന്നുകൊണ്ടാ. 70 വയസ്സുള്ള വളരെ ഒരു എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ശരീര സൗന്ദര്യങ്ങളൊന്നുമില്ല. പടുകളവനായിട്ട് അദ്ദേഹം ഒരു 70 വയസ്സ് നമുക്കറിയാം എത്ര വയസ്സ് എങ്ങനെയായിരിക്കുമല്ലോ ശരീരപ്രകൃതമൊക്കെ. പക്ഷെ അദ്ദേഹത്തിന്റെ എന്താണ് പ്യൂരിറ്റി ഓഫ് ഡിവോഷൻ, അതാണ് മറ്റുള്ള ആകർഷിച്ചത്. അപ്പൊ അതാണ് ചൈതന്യ മഹാപ്രഭു എങ്ങനെയാണോ മായവാദി സന്യാസികളെ പോലും അട്രാക്ട് ചെയ്തത്, അതിനുവേണ്ടിയാണ് അദ്ദേഹം അവിടെ പോയത്. ഇതൊന്നും നിങ്ങൾ ഈ പറയുന്ന ഇതൊന്നും അല്ലേ സന്യാസി, യഥാർത്ഥ സന്യാസി എന്ന് പറഞ്ഞാൽ അതല്ല. ഏതാണ്? യോഗയുക്തവും ഇനി ബ്രഹ്മ, ശരിക്കും ഭഗവാന്റെ സേവനത്തിലേർപ്പെട്ട് ഭഗവാന്റെ അടുക്കിലേക്ക് പോവുക. അതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഏവം പരമ്പരാ പ്രാപ്ത, ഗുരു നിന്റെ ശരിക്കുള്ള പരമ്പരയിൽപ്പെട്ട ഗുരു പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ച് സേവിച്ച് മറ്റുള്ളവരെയും അവർക്കും അവരെ കൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്ത് അവർക്ക് ശിക്ഷ കൊടുത്ത് അവരെയും ആ പ്രോപ്പർ വേയിൽ കൂടി ഭഗവാനിലേക്ക് കൊണ്ടുപോകുക. അതാണ് ഒരു ഭക്തൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തത്. അതാണ് ഏവഞ്ഞാത്ത കൃതം കർമ്മ പൂർവൈരവി മുമുക്ഷുഭി ഗുരു തസ്മൈമ കർമാർത്ഥം പൂർവതരം കൃതം. ഇതാണ് പ്രോപ്പർ വേ ഓഫ് റീച്ചിങ് ഗോയിങ് ബാക്ക് ടു ഗോഡ് ഹെഡ്. ഇതാണ് ഭഗവാൻ വിഭാവന ചെയ്യുന്ന എന്താണ് നമ്മൾ പറയുന്ന ഭഗവത് സന്നിധിയിലേക്കുള്ള വഴി എന്ന് പറഞ്ഞ ഇതാണ്. അപ്പൊ ആ പരമ്പരയിൽപ്പെട്ടവരെല്ലാം നോക്കും. ബ്രഹ്മദേവനിൽ തുടങ്ങി അദ്ദേഹം നാരദമുനിക്ക് പറഞ്ഞു കൊടുത്തു. നാരദമുനി അത് വ്യാസദേവൻ അത് തൻ്റെ മകന് സുഖദേവ ഗോസ്വാമി, സുധ ഗോസ്വാമി, അങ്ങനെ അത് ചൈതന്യ മഹാപ്രഭു, അങ്ങനെ ആ രീതിയിൽ വന്ന് അവസാനം എന്താണ് ചൈതന്യ മഹാപ്രഭു, അതുപോലെ തന്നെ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് അദ്ദേഹത്തിന്റെ ശിക്ഷണങ്ങൾ ഇപ്പൊ അതേ പാത ഫോളോ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ടാണ് ലോകത്തിലെ ഓരോ മുക്കിലും മൂലയിലും ഇതിപ്പം വളർന്ന് പന്തലിച്ച് പടരുന്നതിന്റെ കാര്യം അതാണ്. ദിസ് ഈസ് ദ ട്രൂ പ്രോഗ്രസ്. കാരണം അതിന്റെ ഓരോ സന്യാസിമാരും അവരുടെ ഗുരുവിനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. So how Prabhupada dedicated his order of his Guru, Bhakti Siddhanta Saraswati Maharaj. So പ്രഭുപാദയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി 1921 അദ്ദേഹത്തിന് ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ അദ്ദേഹം പറഞ്ഞതാണ്, യു ഓൾറെഡി ലേൺ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആൻഡ് യു ആർ ക്വാളിഫൈഡ് ടു ഗോ അമേരിക്ക ആൻഡ് പ്രീച്ച് അവർ ദിസ് ഫിലോസഫി. അതാണ് പറഞ്ഞത്. ഫസ്റ്റ് ആദ്യത്തെ ദർശനത്തിൽ തന്നെ, അല്ലെ ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ പ്രഭുപാദയെ അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തു. യു ഹാവ് ദാറ്റ് ക്വാളിറ്റി, യു ക്യാൻ ഗോ അമേരിക്ക ആൻഡ് യു ക്യാൻ പ്രീച്ച്. സോ പ്രഭുപാദ വെയിറ്റഡ് ഫോർ 40 years. പ്രഭുപാദ തന്റെ ഗുരുവിന്റെ ഓർഡർ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി 30-40 years അദ്ദേഹം കാത്തിരുന്നു. He never gave up his hope. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 30-40 വർഷം അദ്ദേഹം അതിനുവേണ്ടി കാത്തിരുന്നു. സോ ഫൈനലി 1965 it is happened. പോയപ്പോ തന്നെ എന്തെല്ലാം ദുർഘടനങ്ങളുണ്ടായി. 33 ദിവസം ഷിപ്പിൽ യാത്ര ചെയ്യേണ്ടി വന്നു. പ്രോപ്പറായിട്ട് ഭക്ഷണമില്ല, പ്രസാദമില്ല. 3 പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്നു. സോ സ്റ്റിൽ he not given up his hope. എന്നിട്ട് പോലും പ്രഭുപാദ ആ ഹോപ്പ്, തൻ്റെ ഗുരുവിലുള്ള വിശ്വാസം വെടിഞ്ഞില്ല. നമുക്ക് പ്രഭുപാദയുടെ ലീലാമൃതയിൽ മനസ്സിലാകും. അദ്ദേഹം ആ സമയത്തൊക്കെ എഴുതിയ നോട്ടുകളിലൊക്കെ അത് മനസ്സിലാകും. എന്താണ് ഭഗവാനോട് തന്നെ അദ്ദേഹം സംസാരിക്കുക, അങ്ങ് എന്തിനാണ് ഈ സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകുന്നത്, എന്താണ് അറിയാം, അങ്ങക്കെന്തോ
ഐഡിയ ഉണ്ട്. അതായത് അങ്ങ് എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാനൊരു ഐഡിയ ഉണ്ട്. അത് ആ രീതിയിൽ അത്രയ്ക്ക് എന്താണ് ഭഗവാനോട് നേരിട്ട് സംസാരിക്കും. അങ്ങ് എന്തിനാണ് ഈ ആ സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകുന്നത്? പ്രഭു അത് ചോദിക്കുകയാണ്. ആരുമില്ല, ബന്ധുക്കളില്ല, സുഹൃത്തുക്കളില്ല, ആരുമില്ല. ആ സ്ഥലത്തേക്ക് അങ്ങ് എന്തിനാണ് കൊണ്ടുപോകുന്നത്? അപ്പൊ ഭഗവാൻ എന്താണ് പറഞ്ഞത്? നീ ഒരു ജസ്റ്റ് ടൂളാണ്. എന്താണ്? എൻ്റെ ഒരു ഉപകരണം മാത്രമാണ്. എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. നീ ജസ്റ്റ് അവിടെ പോയാൽ മതി. സോ ദാറ്റ് ഈസ് കൃഷ്ണാസ് വിഷൻ. ദാറ്റ് ഈസ് കൃഷ്ണാസ് വിഷൻ. സോ ഇറ്റ് ഈസ് റിയലി ഹാപ്പൻ. എന്താണ് ഭഗവാന്റെ ഉദ്ദേശം എന്നുള്ളത് നമ്മൾ മനസ്സിലായി. 1966 അത് മനസ്സിലായി. തുടർന്നുള്ള 11 വർഷം 77 പ്രഭാത എന്താണ് ഇവിടുന്ന് നമ്മുടെ തിരോധാനം. പക്ഷെ ആ 11 വർഷം അദ്ദേഹം ലോകത്ത് 11 പ്രാവശ്യം ലോകം മൊത്തം സഞ്ചരിച്ച് കൃഷ്ണബോധം പ്രചരിപ്പിച്ചു. 11 പ്രാവശ്യം. 70 വയസ്സുള്ള ഒരു വ്യക്തി, $33 ഒരു വ്യക്തി ലോകം മൊത്തം 11 പ്രാവശ്യം സഞ്ചരിച്ച് 108 അമ്പലങ്ങൾ, അത് 2 സ്വർണ്ണക്ഷേത്രം, പിന്നെ അനേകം എന്താണ് നമ്മൾ പറഞ്ഞ മറ്റുള്ള ഇതൊക്കെ സ്ഥാപിച്ചു. അങ്ങനെ കൃഷ്ണബോധത്തെ ലോകത്ത് എല്ലാ സ്ഥലങ്ങളും പ്രചരിപ്പിച്ചു. അപ്പൊ അദ്ദേഹം പോകുന്ന അവസരത്തിൽ തന്നെ എത്ര 200-300 അമ്പലങ്ങൾ തന്നെ ലോകത്തുണ്ടാക്കിയിട്ടാണ് പോയത്. 500 ഇനിഷ്യേറ്റഡ് ഡിവോട്ടീസിന് ശിഷ്യഗണങ്ങളെ സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം പോയത്. അപ്പൊ അതാണ് ഒരു വൈഷ്ണവ ആചാര്യന്റെ ശക്തി അദ്ദേഹം കാണിച്ചു തന്നിട്ടാണ് പോയത്. അപ്പൊ അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഇതിൽ അതാണ് പറയുന്നത്. അപ്പൊ 15-ാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ ശ്ലോകമാണ് പ്രഭുപാദ് ഇതിനകത്ത് കോട്ട് ചെയ്തിരിക്കുന്നത്. നമ്മള് ഭഗവാന്റെ മുമ്പിൽ എന്ത് വേദാന്തമാണ് നമ്മളാണ്. വേദങ്ങളൊക്കെ എഴുതിയ വ്യക്തിയെ എടുക്കുമ്പോൾ നമ്മൾ എന്ത് വേദാന്തമാണ്? അദ്ദേഹത്തെക്കാൾ വലിയ അല്ലേ എന്താണ് അദ്ദേഹമാണ് ഞാൻ എന്നുള്ള രീതിയിലൊക്കെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും റെഡിക്കുലസ്നെസ് എന്ന് പറയുന്നത് ഇതിന്. അപ്പൊ അതാണ് പ്രഭുപാദ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ ആദരിക്കുകയാണ് വേണ്ടതല്ല, നമ്മൾ വേറെ ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല. അതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഭഗവത് സേവന വഴി ബാക്കി എന്തൊക്കെ കാണിക്കുന്നു അതൊക്കെ എന്താണ്? വെറും എന്താണ്? ചടങ്ങുകളാണ്. അതൊന്നും അനാദരവാണ്. ഭഗവാനോട് കാണിക്കുന്ന അനാദരവാണ്. ആരും അത് അംഗീകരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശരിക്കും ഒരു വൈഷ്ണവ സന്യാസി ആകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതാണ് ചൈതന്യ മഹാപ്രഭു ഈ സന്യാസി വരിയിൽ മായാവാദ സേനയിൽ ഏറ്റവും സർവശ്രേഷ്ഠനായിട്ടുള്ള പ്രകാശാനന്ദ സരസ്വതിക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഒരു ഭക്തന്റെ ഭാവം എങ്ങനെ ആയിരിക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു തോന്നുന്നു. ഹരേ കൃഷ്ണ. ശ്ലോകം 65. ആപനെ പ്രകാശാനന്ദ ഹതേ തേ ധരീയ വയസല സമമധ്യേ സമ്മാനകരീയ. വർത്തനം. എന്നാൽ പ്രകാശാനന്ദ സരസ്വതി സ്വയം മഹാപ്രഭുവിന്റെ കൈ പിടിച്ച് ആനയിച്ച് അത്യാദരവോടെ സഭാമധ്യത്തിൽ പ്രവേശനാക്കി. ഒപ്പം പ്രഭുപാദ ചൈതന്യ മഹാപ്രഭു അത്ര ഒരു എളിയ ഭക്തനായിട്ട് അദ്ദേഹം ആക്ട് ചെയ്തു. അത് പ്രകാശാനന്ദ സരസ്വതി എന്ത് ചെയ്തു? അദ്ദേഹം തന്നെ തൻ്റെ ഇരിപ്പിടത്തു നിന്ന് എഴുന്നേറ്റ് ചൈതന്യ മഹാപ്രഭുവിന്റെ അടുക്കൽ പോയി അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് അദ്ദേഹത്തിന്റെ എന്താണ് സഭാമധ്യത്തിൽ പ്രതിഷ്ഠ എല്ലാവരുടെയും മധ്യത്തിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തെ നോക്കതാണ് പറയുന്നത്. എങ്ങനെയാണ് ഒരു ട്രൂ വൈഷ്ണവ സന്യാസി അട്രാക്റ്റഡ് ഈവൻ ഹിസ് മോസ്റ്റ് എന്താണ് ഈ പറഞ്ഞ ഈ മായാവാദി സന്യാസി ഈ അട്രാക്റ്റഡ്. അപ്പൊ അതാണ് ഇതിനകത്ത് പറഞ്ഞത്. മഹാപ്രഭുവിനുള്ള പ്രകാശാനന്ദ സരസ്വതിയുടെ ആദരവ് നിറഞ്ഞ ഈ പെരുമാറ്റം അഭിനന്ദനീയം. അപ്പൊ ചൈതന്യ മഹാപ്രഭു അവിടെ തന്നെ എന്തിനാണ്? ശരിക്കും യഥാർത്ഥത്തിൽ ഒരു വൈഷ്ണവ സന്യാസി എങ്ങനെ ആയിരിക്കണമെന്ന് കാട്ടിക്കൊടുക്കാൻ വേണ്ടിയത്. അപ്പൊ അതോടെ അതിന്റെ ബിഗിനിങ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഈ മായാവാദി സന്യാസി തന്നെ ചൈതന്യ മഹാപ്രഭുവിന്റെ കൈപിടിച്ച് സഭാമധ്യത്തിൽ കൊണ്ടിരുന്നു. പൂച്ചില തൊമാര നാമ ശ്രീകൃഷ്ണ ചൈതന്യ
കേശവ ഭാരതീർ ശിഷ്യ താതേ തുമി ധന്യ വർത്തനം. പ്രകാശാനന്ദ സരസ്വതി പറഞ്ഞു, ശ്രീകൃഷ്ണ ചൈതന്യ അങ്ങയുടെ പേരെന്ന് ഞാൻ അറിയും. ശ്രീ കേശവ ഭാരതിയുടെ ശിഷ്യനും ആകയാൽ അങ്ങ് ശ്രേഷ്ഠനാവുന്നു. പിന്നെ പറഞ്ഞ വാക്കാണ് നമ്മളിപ്പോൾ കേട്ടത്. എന്താണ്? അങ്ങയുടെ പേര് ശ്രീകൃഷ്ണ ചൈതന്യ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല അങ്ങയുടെ ഗുരുവിന്റെ പേര് കേശവ ഭാരതിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ അങ്ങ് വളരെ ശ്രേഷ്ഠനാണ്. അതാണ് പറഞ്ഞെടുത്ത വാക്ക്. 67. സമ്പ്രദായിക സന്യാസി തുമേ ഹേ ഗ്രാമേ കി കാരണേ അമസഭരണ കരദർശനേ. പിന്നെ ചോദിക്കാൻ എന്താണ് വർത്തനം? താങ്കൾ നമ്മുടെ ശങ്കര സമ്പ്രദായത്തിൽപ്പെട്ടവനും വാരാണസി ഗ്രാമത്തിൽ വസിക്കുന്നവനുമാണ്. പിന്നെ എന്താണ് താങ്കൾ ഞങ്ങളോടൊപ്പം കൂടാത്തത്? ഞങ്ങളെ കാണുന്ന പോലെ ഒഴിവാക്കുന്നതിന്റെ കാരണം എന്താ എന്ന് ചോദിച്ചാൽ, നോക്ക്, അങ്ങ് ഈ വാരണാസിയിലെ വസിക്കുന്ന സന്യാസിയാണ്. ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോൾ അങ്ങ് ഞങ്ങളുടെ കൂടെ എന്തുകൊണ്ടാണ് സഹകരിക്കാത്തത്? അതുപോലെ തന്നെ ഞങ്ങളെ കാണുന്നത് പോലെ ഒഴിവാക്കുന്നതിന് കാരണം എന്താണ്? പതുക്കെ പതുക്കെ ചോദിക്കുകയാണ് കാര്യങ്ങൾ. അപ്പൊ ഇതാണ് നമ്മളൊരു വൈഷ്ണവ സന്യാസിയുടെയും അതുപോലെ തന്നെ എന്താണ് അങ്ങനെയാണ് അദ്ദേഹം ഒരു മധ്യാധികാരിയുടെ ഭാവത്തിലാണ് ഇവിടെ ചൈതന്യ മഹാപ്രഭു പ്രവർത്തിക്കുന്നത്. അതാണ് ചൈതന്യ ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് പറയുന്നത്. നമുക്കറിയാം 3 തരത്തിലുള്ള ഡിവോട്ടീസ് ഉണ്ട്. എന്താണ്? നിയോഫൈറ്റ്സ്, അല്ലെങ്കിൽ എന്താണ് കനിഷ്കാധികാരി. അത് കഴിഞ്ഞാൽ അതിനേക്കാൾ എലിവേറ്റ് ചെയ്തതാണ് മധ്യമാധികാരി. അതിന്റെ ടോപ്പിൽ നിൽക്കുന്ന ആളാണ് ഉത്തമ അധികാരി. ഈ മധ്യമ അധികാരികളാണ് പ്രീച്ച് ചെയ്യുന്നത്, വെളിയിലൊക്കെ പോയി പ്രീച്ച് ചെയ്യുന്നത്. ഉത്തമ അധികാരി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, അങ്ങനെയുള്ള പ്രഭാതെ ആ തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ തൻ്റെ ശിഷ്യഗണങ്ങളെ സൃഷ്ടിച്ച് അവർക്ക് ഉപദേശം കൊടുത്ത് പിന്നെ അവരെ കൊണ്ട് പ്രീച്ച് ചെയ്യുകയാണ് ചെയ്തത്. ഉത്തമാധികാരി അങ്ങനെയാണ്. അദ്ദേഹം ഒരു സ്ഥലത്തിരുന്നിട്ട് നിർദ്ദേശങ്ങളെ കൊടുത്ത് അങ്ങനെ പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് മധ്യമാധികാരി എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് പ്രീച്ച് ചെയ്യുന്നത്, ഒരു ഭക്തന്റെ തലത്തിലേക്ക് കയറുന്നത്. അതാണ് ഡിഫറെന്റ് ക്ലാസ്സസ് ഓഫ് നമ്മള് ഡിവോട്ടീസിനെ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് പ്രഭുപാദ് നോക്ക് ഇനിഷ്യലി അദ്ദേഹം തൻ്റെ ഗുരു പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി അദ്ദേഹം എത്രയോ ത്യാഗങ്ങൾ സഹിച്ചു. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ പോയി അവിടെ പോയി അദ്ദേഹം പ്രീച്ച് ചെയ്തു. അവിടെ ഇതെല്ലാം അദ്ദേഹത്തിന് പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ അതെല്ലാം അദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ടോളറൻസ് ഇല്ലേ, അതൊക്കെ അദ്ദേഹം എത്രയോ ഇതായിട്ടാണ് അതെല്ലാം ടോളറേറ്റ് ചെയ്തത്. അങ്ങനെ അദ്ദേഹം പ്രീച്ച് ചെയ്തു. അതിന്റെ ഫലമായിട്ട് എന്താണ്? ഒരുപാട് ഭക്തന്മാരുണ്ടായി. അങ്ങനെ എത്രയോ ഭക്തന്മാരെ അദ്ദേഹം പിന്നെ തിരിച്ച് എന്താണ് ഭാരതത്തിൽ കൊണ്ടുവന്ന് അവരെ ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചു. അവരെയും എന്താണ് വലിയ പ്രീച്ചേഴ്സ് ആക്കി മാറ്റി. നമുക്കറിയാം എൻ്റെ സന്യാസിമാരുടെ പേരൊക്കെ നമുക്കറിയാം. ഈവൻ ഹിസ് ഗ്രേസ് ഹോളിനെസ് ജയപതാക സ്വാമി മഹാരാജ്, അതുപോലെ തന്നെ നമ്മുടെ ഈ ബോംബെയിലും ഒക്കെ പ്രവർത്തിക്കുന്ന അവരൊക്കെ എന്ന് പറഞ്ഞാൽ വിദേശത്തുള്ള ഡിവോട്ടികളായിരുന്നു. പക്ഷെ അവരൊക്കെ ഇപ്പൊ ഇന്ത്യയിൽ എത്രയോ പ്രീച്ചിങ് അവർ തുടങ്ങി. സ്റ്റാറ്റിക് പ്രീച്ചിങ് ആണ് അവരൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതെന്താണ്? അതിന്റെ കാരണം എന്താണ്? പ്രഭുപാദയെ പോലുള്ള ഒരു വൈഷ്ണവ ആചാര്യനെ അവർക്ക് ഗുരുവായിട്ട് കിട്ടി. അവരുടെ ക്വാളിറ്റി അല്ല, പ്രഭുപാദ ഒരു ഭക്തന്റെ പരിശുദ്ധ ഭക്തന്റെ ഗുരുവായിട്ട് സ്വീകരിച്ചതിന്റെ കാരണം എന്താണ്? അപ്പൊ അതുകൊണ്ടാണ് അവർക്കും നല്ല രീതിയിൽ പ്രീച്ച് ചെയ്യാൻ പറ്റും. രാധാരാധ സ്വാമി അവരൊക്കെ എത്രയോ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഭക്തന്മാരാണ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊക്കെ എന്ന് പറയുന്നത്. ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ. അതുപോലെ അവരുടെ ആ ഡിവോഷണൽ സർവീസും ഹൈലി ക്വാളിഫൈഡ് ആണ്. ആ രീതിയിൽ. അതുപോലെ തന്നെ ജയപ്രദാ മഹാരാജൻ എന്താണ് പ്രഭാത പറഞ്ഞത് 50,000 ശിക്ഷകണങ്ങളെ നീ കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന് 70,000 ശിക്ഷകണങ്ങളെ കൊണ്ടുവന്നു ജയപ്രദാ മഹാരാജ്. അങ്ങനെ ഓരോ ആചാര്യന്മാർ വിഷ്ണു സ്വാമി മഹാരാജ്, അപ്പൊ അദ്ദേഹമൊക്കെ എത്രയോ ഭക്തന്മാരെ കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ ഓരോ പ്രഭുപാദയുടെ ഡിസൈപ്പിൾസും അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് എത്രയോ ഭക്തന്മാരെ, അങ്ങനെയാണ് അവരെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്തു. അതാണ് കൃഷ്ണബോധം എന്ന് പറയുന്നത്. ഇതെല്ലാം ആരുടെ ക്വാളിറ്റിയാണ്?
ഒരു ഭക്തന്റെ, വൈഷ്ണവ ഭക്തന്റെ ക്വാളിറ്റി. അപ്പൊ അങ്ങനെയാണ് ഇവിടെ നമ്മുടെ ആ കൃഷ്ണബോധം അത് ലോകത്തെല്ലായിടും പ്രചരിക്കാനുള്ള കാരണം അതാണ്. ഇപ്പോഴും അത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം അത് തന്നെ. അപ്പൊ അതാണ് നമുക്ക് ചൈതന്യ മഹാപ്രഭു ഈ പറഞ്ഞിട്ടുള്ള മായാവാദി ആചാര്യന്മാരുടെയൊക്കെ അദ്ദേഹം ഒരു ഭക്തരൂപത്തിലാണ് അദ്ദേഹം അവതരിച്ച ഭക്ത സ്വരൂപകം, ഭക്തന്റെ സ്വരൂപത്തിലാണ് ചൈതന്യ മഹാപ്രഭു അവതരിച്ചത്. അപ്പൊ അദ്ദേഹം ഭക്തന്റെ ക്വാളിറ്റി എങ്ങനെയാണ് ഭക്തൻ ഭഗവാനെ സേവിക്കേണ്ടത്, അല്ലെ എങ്ങനെയായിരിക്കണം ഒരു ഭക്തന്റെ സേവനം, അതാണ് അദ്ദേഹം കാണിച്ചു കൊടുത്തത്. അപ്പൊ അതാണ് നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. സമയം ഏകദേശം സമയമായി. അപ്പൊ ഞാനിവിടെ ഉപസംഹരിക്കാന്ന് തുടർന്നുള്ള അടുത്തുള്ള ഭക്തന്മാരിന്ന് കേൾക്കാം. സമയമായതുകൊണ്ട് ഞാനിവിടെ ഉപസംഹരിക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോറി പ്രഭു, എനിക്കിന്നൊരു ഓഫീസ് മീറ്റിംഗ് ആയിരുന്നു, ഇടയ്ക്ക് ഇറങ്ങേണ്ടി വന്നു. തിരിച്ചതാ ഓടി വന്ന് കയറുകയായിരുന്നു പ്രഭു. ക്ഷമിക്കണം പ്രഭു. കുഴപ്പമില്ല. അല്ല, ഞാൻ ചോദിച്ചല്ലേ, കേട്ട ഭക്തന്മാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ പ്രഭു. ഇന്ന് ഏതുവരെ വായിച്ചു പ്രഭു? നമ്മള് ഇന്നെടുത്തത് 64 വരെ. 64 പ്രഭു? അതെ. ഓക്കെ പ്രഭു, അടുത്ത 64. ഓക്കെ 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 താങ്ക് യു പ്രഭു. ഹരി. അപ്പൊ 65 വരെ എടുത്ത് ഇനി അടുത്ത 66 മുതൽ. ഓക്കെ പ്രഭു. ഓക്കെ ഓക്കെ ഹരി. ഹരിബോൾ. ഓക്കെ പ്രഭു, ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പം വൈൻഡ് അപ്പ് ചെയ്യട്ടെ പ്രഭു? ഹരേ കൃഷ്ണ. ഓക്കെ പ്രഭു ലെഫ്റ്റ് ആയപ്പോ എല്ലാവർക്കും താങ്ക് യു. വാഞ്ചകൽപതരൂപേഷ കൃപാ സിന്ധുഭ്യോ പവതാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. അനന്തകോടി വൈഷ്ണവർക്ക് ജയ്. നാമജയ ഹരിദാസ് ഠാക്കൂർക്ക് ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീല ഗുരുദേവിക്ക് ജയ്. ഗൗരബ്രഹ്മാനന്ദ ഹരി ഹരി ബോൾ.